ട്രേഡിംഗ് എന്നത് ചിലർക്ക് സ്വപ്നം, ചിലർക്ക് പേടി, ചിലർക്ക് വരുമാന മാർഗം. എന്നാൽ ട്രേഡിംഗ് അറിയാവുന്നവർക്ക് അതൊരു കഴിവാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഓപ്ഷൻ ബയറും, അതും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരാൾ കൂടിയാണ്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു പേര് ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, ശ്രീമാൻ ഷിജിമോൻ ആന്റണി. എനിക്ക് തോന്നുന്നു ഇതെൻ്റെ ഒരു മാനിഫെസ്റ്റ് മൊമെൻ്റ് ആണ്. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ട്രേഡിംഗ് ഫീൽഡിൽ വന്നിട്ട് ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് വൺ ഓഫ് ദ ട്രേഡറാണ്, പ്രത്യേകിച്ച് ഓപ്ഷൻ ബയ്യറാണ്. അപ്പം പലപ്പോഴും സാറിൻ്റെ ഒരു ജേർണി പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് മാർക്കറ്റിലേക്ക് വരുന്ന കുറേ പുതിയ ബിഗിനേഴ്സാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 2-3 മന്ത്സിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത്യാവശ്യം കുറച്ച് സ്ത്രീകളിലേക്ക് എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ എൻ്റെ ബാച്ചിൽ കഴിഞ്ഞ 5 വർഷത്തെ എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ 99.9 ഒരു 0.1 ഒക്കെ ഒരു ലേഡി ഉണ്ടെങ്കിലായി എന്ന് പറയുന്ന സ്ഥാനത്ത് കഴിഞ്ഞ എൻ്റെ ബാച്ച് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ലേഡീസ് മാത്രമുള്ള ഒരു ബാച്ചാണ്. അപ്പം ട്രേഡിംഗ് ജേണിയിൽ സാറിൻ്റെ ഒരു സാറെന്ന വ്യക്തിയെ പറ്റിയിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ട്രേഡിങ്ങിലേക്ക് വരാനുണ്ടായ സിറ്റുവേഷൻസ്, പ്രൊഫഷൻ, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രേഡിംഗ് ഞാൻ 15 years ആയി. ഇപ്പോൾ ട്രേഡിങ്ങിന് മുന്നേ ഞാൻ സദർലൻഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ തന്നെ അനലിറ്റിക്കൽ സ്കില്ലും നമ്പേഴ്സിലൊക്കെ ഞാൻ നല്ലതുകൊണ്ട് എനിക്ക് ട്രേഡിങ് നന്നാവും എന്ന് തോന്നിയിട്ടാണ് ട്രേഡിങ്ങിലേക്ക് വരുന്നത്. പക്ഷേ ട്രേഡിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടാവില്ല. ചിലപ്പോൾ അത് കുറച്ച് മാസങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഒരു ട്രേഡർ ആകണമെങ്കിൽ, പ്രോഫിറ്റബിൾ ആകണമെങ്കിൽ പിന്നെ ഒരുപാട് വർഷങ്ങളെടുക്കും. അപ്പോൾ അതിൽ തന്നെ ഒരു പ്രശ്നം പറ്റി ഞാൻ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്കാണ് വന്നത്. ഒരു 2011-12 സമയത്തൊക്കെ ഓപ്ഷൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ആ ടൈമിലേക്ക് ഓപ്ഷൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ ഇല്ല, പ്രോപ്പറായിട്ട് മെറ്റീരിയൽസ് ഇല്ല, കോഴ്സസ് ഇല്ല, അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് പഠിച്ചെടുക്കേണ്ടി വന്നതുകൊണ്ട് ഒരുപാട് വർഷങ്ങളെടുത്ത് പ്രോഫിറ്റബിൾ ആകാൻ. ഒരു 2018 ഞാൻ ഫസ്റ്റ് പ്രോപ്പറായിട്ട് പ്രോഫിറ്റബിൾ ആകുക. അപ്പോൾ അത്രയും വർഷങ്ങളെടുത്തു. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് ഉണ്ട്, ടീച്ചിങ് ഉണ്ട്, പക്ഷേ ഓപ്ഷൻ ട്രേഡിങ്ങിനേക്കാളും കൂടുതൽ സ്കോപ്പ് ഉള്ളത് സ്റ്റോക്ക് ട്രേഡിങ്ങിനാണ്. അപ്പോൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വർക്ക് ചെയ്തിട്ടുന്ന സാലറി യൂസ് ചെയ്ത് ട്രേഡ് ചെയ്തു. അങ്ങനെയൊക്കെ ഒരുപാട് വർഷം മുന്നോട്ട് പോയി. പിന്നെ നന്നായിട്ട് പ്രോഫിറ്റബിളായി ഫൈനാൻഷ്യൽ ബാക്കപ്പ് ആയതിനു ശേഷമാണ് ജോബ് വിട്ടത്, ഫുൾ ടൈം ട്രേഡർ ആയത്. അപ്പോൾ പലരും ഫുൾ ടൈം ട്രേഡർ ആകണമെന്നാണ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആഗ്രഹിക്കുന്നത്. ഞാൻ ഫുൾ ടൈം ട്രേഡർ ആയത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഡെറ്റെല്ലാം ക്ലിയർ ചെയ്ത് പ്രോപ്പറായിട്ട് ഫൈനാൻഷ്യൽ ബാക്കപ്പും ക്യാപിറ്റലൊക്കെ ബിൽഡ് ചെയ്തതിന് ശേഷമാണ്. ആ സമയത്ത് എനിക്ക് ട്രേഡിങ്ങിനെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ ജോബാണ്. അപ്പോൾ ആ ജോബ് നമുക്കൊരു ബാക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ട്രേഡിങ്ങിൽ നിന്നുള്ള ഇൻകം വെച്ചിട്ട് മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. അത് നമ്മളെ നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ സഹായിക്കില്ല. അപ്പോൾ ഇത് എൻ്റെ ജേർണി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പല ഇൻ്റർവ്യൂസിലും പല പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഒരു ബിഗിനറെ സംബന്ധിച്ച് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞു ഓപ്ഷൻസിലേക്കാണ് ആദ്യം വരുന്നത്. അപ്പം ഈ ഓപ്ഷൻസിലേക്ക് വരുന്ന സമയത്ത് ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മാത്സിൻ്റെ അതിൻ്റെ ബാക്കിൽ ഒരുപാട് മാത്സുകളുടെ ഒരു ഗെയിം തന്നെയാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഓപ്ഷൻസിലേക്ക് വരിക എന്ന് പറയുന്നത് പോസിബിൾ അല്ലല്ലോ. അത് പോസിബിൾ അല്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോക്കിലാണ്. കുറച്ച് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ സ്റ്റോക്കിൽ കുറച്ച് ഇൻട്രാഡ് ചെയ്തു, വളരെ കുറച്ച് കാലം, മാസങ്ങൾ മാത്രം. അതിനുശേഷം ഡയറക്റ്റ് ഓപ്ഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ മാസമൊക്കെ ചെയ്ത് ലോസ് വരുത്തി പഠിക്കുകയാണ് ചെയ്തത്. വായിച്ചു പഠിക്കുക, കേട്ട് പഠിക്കുക, ചെയ്തു പഠിക്കുക, അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. അതാണ് എനിക്ക് ഒരുപാട് വർഷങ്ങൾ എടുക്കേണ്ടതും ഒരുപാട് ലോസ് വരുത്തിയതും അതുകൊണ്ടാണ്. പിന്നെ ഒരുപാട് വായിച്ചതൊക്കെ US സ്റ്റോക്ക് മാർക്കറ്റ് നന്നായിട്ട് സക്സസ്ഫുള്ളായ ആൾക്കാരുടെ സ്റ്റോറീസും അവരുടെ ട്രേഡിംഗ് സ്റ്റൈലും അതൊക്കെയാണ് വായിച്ചത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇപ്പോഴാണെങ്കിലും ഞാൻ നോട്ടീസ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ട്രേഡിംഗ് പഠിപ്പിക്കുന്ന പലരും പഠിപ്പിക്കുന്നത് റോങ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവർ എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കാനും കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും പ്രോഫിറ്റ് ആക്കാനും ഉള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്കിലാണെങ്കിൽ തന്നെ സ്കാൽപ്പ് ചെയ്ത് ചെറിയ പ്രോഫിറ്റ് എല്ലാ ദിവസവും ഉണ്ടാക്കുക. ഓപ്ഷൻ ബൈങ്ങിനാണെങ്കിൽ സ്കാൽപ്പ് ചെയ്ത് ചെറിയ പ്രോഫിറ്റ് എല്ലാ ദിവസവും ഉണ്ടാക്കുക. എല്ലാ ദിവസവും പ്രോഫിറ്റബിൾ ആക്കുക, അല്ലെങ്കിൽ എല്ലാ വീക്കിലും പ്രോഫിറ്റബിൾ ആക്കുക. ഓപ്ഷൻ സെല്ലിംഗ് ആണെങ്കിൽ ബൈ ഡിഫോൾട്ട് മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് യു വിൽ ബി പ്രോഫിറ്റബിൾ. അപ്പോൾ അതൊക്കെയാണ് ആൾക്കാർ ഇവിടെ പഠിപ്പിക്കുന്നത്. പക്ഷേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡിംഗ് അല്ലെങ്കിൽ ഈവൻ ട്രേഡിംഗും അങ്ങനെയല്ല. ട്രേഡിങ്ങിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോസ് എത്ര ചെറുതാണ്, പ്രോഫിറ്റ് എത്ര വലുതാണെന്നുള്ളതാണ് മാറ്റർ. നിങ്ങൾ എത്ര ട്രേഡ് പ്രോഫിറ്റബിൾ ആണ്, എത്ര ട്രേഡ് ലോസ് മേക്കിംഗ് ആണെന്നുള്ളത് മാറ്ററാണ്. പക്ഷേ അത്രയ്ക്ക് വലിയ മാറ്ററല്ല. ഇവിടെ നേരെ തിരിച്ചാണ് ഫോക്കസ് ചെയ്യുന്നത്.
പലരും. അത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ ജേണിയിൽ ഞാൻ കണ്ട ഒരു എക്സ്പീരിയൻസ്, അപ്പം ഞാൻ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. ഒരു സ്റ്റോക്കിൽ കയറിയിട്ട് 10%, 20%, 30% കിട്ടുമ്പോൾ ഭയങ്കര റിട്ടേൺ ആണെന്ന് പറഞ്ഞിറങ്ങും. അതെ. വിത്തിൻ 1 ഇയർ കഴിയുമ്പോൾ ഇത് 400, 500 നിൽക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആലോചിക്കും ഇത് കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ. അതെ. അത് പഠിച്ചൊരു പാഠമാണ്. ഇപ്പോൾ അതെ. കഴിഞ്ഞൊരു 1 ഇയറിൽ പുതിയൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാമെന്നും അല്ലെങ്കിൽ അങ്ങനെയാണ് മാർക്കറ്റിനെ കാണേണ്ടതെന്ന് പറയുന്ന ഒരു അപ്രോച്ച് നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതെ. അപ്പോൾ ആൾക്കാർ അത് റൈഡ് ചെയ്യുന്നത് വളരെ കുറവാണ്. പല ആൾക്കാരും പല കമൻസിലും പല ഷോർട്സിലും യൂട്യൂബിലും എല്ലാം കമൻസിലൊക്കെ ഞാൻ കാണുന്നൊരു കാര്യമുണ്ട്. ആൾക്കാർ പറയുന്നത് ഓക്കെ എനിക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകാം. പക്ഷേ ചെറിയ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത ആളുകൾ ഒരിക്കലും വലിയ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് ട്രൈഡ് ആൻഡ് പ്രൂവൺ ആണ്, ഞാനും മറ്റു പലരും. അതുപോലെ ആൾക്കാർ പറയും ഇത് വോളിയം ഗെയിമാണെന്ന്. പലരും പറയും നിങ്ങളിപ്പം 100 ക്വാണ്ടിറ്റി വെച്ചിട്ട് 100 പോയിന്റ് പിടിച്ചു കഴിഞ്ഞാൽ 10,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ നിങ്ങൾ 10,000 ക്വാണ്ടിറ്റി വെച്ചിട്ട് 1 പോയിന്റ് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 10,000 പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അതല്ല ഈസി. അപ്പോൾ അതാണ് ആൾക്കാർ പറയുന്ന നെറേറ്റീവ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് 100 ക്വാണ്ടിറ്റിയിൽ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വരാവുന്ന ലോസ് ഇത്രേ ഉള്ളൂ. അവിടെ 100 പോയിന്റ് പ്രോഫിറ്റ് പിടിച്ചിട്ട് നമ്മൾ 10,000 ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ റിസ്ക് ഭയങ്കര കുറവായിരിക്കും. അതേസമയം നമ്മൾ 10,000 ക്വാണ്ടിറ്റി പിടിച്ചിട്ട് 1 പോയിന്റ് ഉണ്ടാക്കി 10,000 പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ റിസ്ക് ഭയങ്കര ഹൈ ആണ്. എല്ലാവരും പക്ഷേ ഫോക്കസ് ചെയ്യുന്നത് അതാണ് റോങ് ഫോക്കസ്. ഇന്ന് സോഷ്യൽ മീഡിയ സ്റ്റോക്ക് മാർക്കറ്റിനെ ഭയങ്കര മോശമായിട്ടാണ് പോർട്രേറ്റ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, മോശമായിട്ട് പോർട്രേറ്റ് ചെയ്യുന്നതല്ല. അതിൽ പലരും കോഴ്സ് വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു അപ്രോച്ച് വന്നു. അതിൽ ഒരുപാട് പേര് സക്സസ്ഫുൾ ആയി. ഇതാണ് ഒരു സാത്തെ ഒരാൾ 600 crore സെബി ഫൈൻ അടിച്ചത്. അതുപോലെ സ്കെയിലിൽ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ആൾക്കാർ റിയലൈസ് ചെയ്തു. സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കോഴ്സ് വിറ്റ് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ആൾക്കാർ അതിനെ റോങ് ആയിട്ട് തന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റാണത്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാനായിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ഇല്ലായ്മ ആൾക്കാർക്കില്ലേ? അതുണ്ട്. ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ 2020 കോവിഡ് ടൈമിൽ ഒരുപാട് ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നു. കുറേയധികം ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ഒരുപാട് ആൾക്കാർ ഓപ്ഷൻസ് ട്രേഡിങ്ങിലേക്ക് വന്നു. അപ്പോൾ അതൊരു ഭയങ്കരമായിട്ട് റോങ് അപ്രോച്ചാണ്. ഞാൻ ഓപ്ഷൻ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. എന്നാലും ഞാൻ പറയും ഈ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്നതും ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് ഒരുപാട് ആൾക്കാർ പഠിപ്പിച്ച് അതിലേക്ക് ആൾക്കാരെ വലിച്ചിടുവാണ്. അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. എനിക്കത് മനസ്സിലായ സമയത്ത് തന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ഞാനാകെ വളരെ കുറച്ച് ബാച്ച് എടുത്തുള്ളൂ. അപ്പോൾ ഞാനെടുത്ത സമയത്ത് എൻ്റെ മനസ്സിലെന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രേഡിങ് ഒരുപാട് വർഷം കൊണ്ട് പഠിച്ചു. എനിക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റി. ആ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം പഠിപ്പിച്ചാൽ ആൾക്കാർ പ്രോഫിറ്റബിൾ ആകുമെന്നായിരുന്നു എൻ്റെ ഒരു മനസ്സിലുണ്ടായത്. കോഴ്സ് എടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പലരുടെ റിസ്ക് ആപ്റ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ്. അവരുടെ മണിയോടുള്ള അപ്രോച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് അത്രയ്ക്ക് ഈസി അല്ല എല്ലാവർക്കും ഒന്ന് മനസ്സിലായപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ആൾക്കാർ വീണ്ടും ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ട്രേഡിംഗ് എന്നുള്ളൊരു മൈൻഡിലേക്ക് വന്നു. അങ്ങനെ ഒരു നെഗറ്റീവ് വന്നു. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ട്രേഡിംഗ് എന്നുള്ളതാണ്. പക്ഷെ ഒരു സാധാരണക്കാരൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന സ്പേസിനെ പറ്റി അവയർനെസ് എത്രത്തോളം ഹെൽപ്പ് ചെയ്യും അവൻ്റെ ലൈഫിൽ? അതാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഗുജറാത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പെട്ടിക്കട ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുറുക്കാൻകട നടത്തുന്ന ആൾക്കാർക്ക് ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഗ്രാഹ്യമുണ്ട്. അവർ ചെയ്യുന്നത് വെച്ചാൽ അവർ ഡെയിലി ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗോ അവർക്കെല്ലാം സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ആ ഒരു രീതിയിലേക്കാണ് നമ്മളും വരേണ്ടത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ ഓക്കെ ഓപ്ഷൻ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് എന്നുള്ള ഒരു മൈൻഡിൽ നിന്ന് മാറിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ വെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാനുള്ളൊരു പ്ലേസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ ഒരു രീതിയിലേക്കുള്ള എഡ്യൂക്കേഷനും ആ ഒരു രീതിയിലേക്കുള്ള അവയർനെസ്സും കൊണ്ടുവരികയാണെങ്കിൽ കാര്യങ്ങൾ വളരെ മാറ്റം വരും. ഓക്കെ, അപ്പം ഇപ്പം എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് ജോലി ചെയ്യാൻ ഇവിടെ ആളില്ലാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പം അതൊരിക്കലും പോസിബിൾ അല്ല നമ്മുടെ നാട്ടിൽ. അപ്പം ഡിഫറെൻറ്റ് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകം കൊണ്ട് ഇന്ന് ജീവിക്കുക എന്ന് പറയുന്നതും പോസിബിൾ അല്ല. അപ്പം അവിടെ അവരെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന സ്പേസിൻ്റെ അവയർനെസ് എത്രത്തോളം ഹെൽപ്പ് ചെയ്യും? ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സെക്കൻഡറി ഇൻകം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. സ്റ്റോക്ക് മാർക്കറ്റ് കൺസിഡർ ചെയ്യേണ്ടത് ഒരു വെൽത്ത് ബിൽഡിങ്ങിനുള്ള ഒരു പ്ലേസ് ആയിട്ടാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പനികൾ ഗ്രോ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ അദാനിയുടെ കമ്പനീസ് അല്ലെങ്കിൽ റിലയൻസ്, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ HDFC ബാങ്ക്, ഇൻഫോസിസ്, TCS, അങ്ങനെ ഒരുപാട് ഭയങ്കര സ്കെയിലിലുള്ള കമ്പനികളുണ്ട്. ഈ കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ അവരുടെ വെൽത്ത് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് നല്ല രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ളൊരു പ്ലേസാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇപ്പോൾ ലാസ്റ്റ് 2 years നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോഴും 2 year ബാക്ക് ഉണ്ടായിരുന്ന പ്ലേസിൽ തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നത്.
ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സോടെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ പോലും നമുക്ക് പല പല ക്വാളിറ്റി സ്റ്റോക്സ് ഉണ്ട്, നല്ല രീതിയിൽ ഗെയിൻ റിട്ടേൺ തന്നു, തന്നിട്ടുണ്ട്. നല്ല റിട്ടേൺ തന്ന ഒരുപാട് സ്റ്റോക്കുകളുണ്ട്, ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനെ പൈസ ഏൽപ്പിച്ചിട്ട് ഉം. അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പ്രൊഫഷണലെ പൈസ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിലും വലിയ മിസ്റ്റേക്ക് ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്കാംസ്റ്റേഴ്സിൻ്റെ അടുത്ത് പൈസ ഏൽപ്പിക്കും. അതിന് പകരം ഒരുപാട് നമ്മൾ കേൾക്കുന്ന അതിന് സ്റ്റോറീസ്. അതിന് പകരം നല്ല മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക. മ്യൂച്വൽ ഫണ്ടിന് പല കാറ്റഗറീസ് ഉണ്ട്, അല്ലെങ്കിൽ നിഫ്റ്റി ബീസ്, ബാങ്ക് ബീസ്, അങ്ങനെ ഓക്കെ. ETFs ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടുകൾ യൂസ് ചെയ്യുക. അതല്ലാതെ ഒരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ ട്രസ്റ്റ് ചെയ്തിട്ട് അവരെ പൈസ ഏൽപ്പിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. റെക്കഗ്നൈസ്ഡ് ആയിട്ട് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിട്ടേൺ കിട്ടും. നമ്മുടെ സാലറി ചെയ്ത് കിട്ടുന്ന, നമ്മൾ സേവ് ചെയ്യുന്ന പൈസ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. നമ്മുടെ റിട്ടയർമെൻറ്റ് ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ഫണ്ടാക്കി എടുക്കും. റീഇൻവെസ്റ്റിങ്ങും റീയൂസും അതെ. എന്ന് പറയുന്ന ഒരു പർപ്പസ് നമുക്ക് അതെ. നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പം ഫിനാൻസ് മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പം ലേഡീസ് ആണോ ജെൻസ് ആണോ കുറച്ച് ബെറ്റർ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് രണ്ടും രണ്ട് കാറ്റഗറിയാണ്. കാറ്റഗറി. അപ്പം ജെൻഡർ അല്ലെങ്കിൽ ഇനിക്വാളിറ്റി അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും ആൾക്കാർ. പക്ഷേ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞില്ല. പക്ഷേ രണ്ട് കൂട്ടർ രണ്ട് രീതിയിലാണ് ഫൈനാൻസിനെ കാണുന്നത്. ഞാൻ കണ്ടിടത്തോളം രണ്ട് കൂട്ടർ രണ്ട് രീതിയിലാണ്. രണ്ടും ആവശ്യമാണ്. രണ്ടും അപ്പം ആവശ്യമാണ്. അതിൽ നമുക്ക് ഒന്ന് നല്ലതാണ്, മറ്റേ മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തുകൊണ്ടാണ് ലേഡീസ് കുറവായിട്ട് തോന്നിയിട്ടുള്ളത്? അത് രണ്ട് കാരണമുണ്ട്. ഒന്ന് റിസ്ക് ആപ്പിറ്റൈറ്റ് ആണ്. ലേഡീസിന് പൊതുവെ റിസ്ക് ആപ്പിറ്റൈറ്റ് കുറച്ച് കുറവാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്പേഴ്സിൻ്റെ കാര്യത്തിലും ലേഡീസ് കുറച്ച് പുറകിലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫാക്റ്റാണ്. ഞാൻ കണ്ടിടത്തോളം ആൾക്കാരില്ല എന്നല്ല, നമ്പേഴ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ലേഡീസ് ഉണ്ട്, അല്ലെങ്കിൽ അനലിറ്റിക്കൽ സ്കില്ലുള്ള ലേഡീസ് ഉണ്ട്, റിസ്ക് ആപ്പിറ്റൈറ്റുള്ള ലേഡീസ് ഉണ്ട്. പക്ഷേ റേഷ്യോ നോക്കുമ്പോൾ ജെൻസിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ലേഡീസിൽ കുറവായിരിക്കും. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ലോസ് കാണാനുള്ള കപ്പാസിറ്റി അതെ. രണ്ടുപേർക്കും അതെ, ഉണ്ട്. റിസ്ക് ആപ്പിറ്റൈറ്റ് അതായത് അങ്ങനെ ഞാൻ പറഞ്ഞു. 100 രൂപ നഷ്ടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ. പൊതുവെ ആൾക്കാർക്ക് അത് കുറച്ചു. അതെ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് അവരും ഫിനാൻഷ്യലി അവയർനെസ്സും ഇൻകം ജനറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് കാറ്റഗറി ആണല്ലോ. ഇനി നമ്മുടെ ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ കുട്ടികളിലെ ഈ ഒരു അവയർനെസ്സിന്റെ ഒരു ആവശ്യകതയെ പറ്റിയിട്ട് എന്താണ്? കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു എഡ്യൂക്കേഷൻ കിട്ടുവാണെങ്കിൽ അവർ ഒരു എംപ്ലോയിഡ് ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അവരുടെ ഇൻകം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ബിസിനസ് നല്ലൊരു രീതിയിലേക്ക് വളർത്തിയിട്ട് ആ സ്റ്റോക്ക് അല്ലെങ്കിൽ ആ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന ഒരു തോട്ട് പ്രോസസ്സിലേക്ക് വരുന്ന ആൾക്കാർ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ FIIസിൻ്റെ സെല്ലിങ് വരുന്നു, അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊരു മെയിൻ ഫാക്ടർ എന്ന് വെച്ചിട്ട് നമ്മുടെ ഇവിടെ അതിന് മാത്രം ബിസിനസ് ഇല്ല. ഇവിടെ ഒരുപാട് കമ്പനികളുണ്ടെങ്കിലും ഇപ്പോൾ FIIs ഇത്ര എമൗണ്ട് പുള്ളി ചെയ്തിട്ടും നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ 2 വർഷമായിട്ട് പെർഫോം ചെയ്യാതിരുന്നിട്ട് നമ്മുടെ വാല്യുവേഷൻ ഇപ്പോഴും റിച്ച് വാല്യുവേഷനാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കമ്പനീസും ഒരുപാട് ബിസിനസ്സുകളും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഫണ്ട് പോവില്ല. ആ ഒരു ഓപ്പർച്യൂണിറ്റി കുറഞ്ഞത് കൊണ്ട് തന്നെയാണ് അവർ പൈസ എടുത്തുകൊണ്ട് പോയത്. നമുക്കിവിടെ ഇനിയും കൂടുതൽ കമ്പനികൾ ലിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കൂടുതൽ കമ്പനികൾ വളർന്നു വരണം. അപ്പോൾ അങ്ങനെ ഒരു ഇക്കോസിസ്റ്റം മീൻസ് കുറച്ചുകൂടെ ഡെവലപ്പ് ആകാനുണ്ട്. ഇപ്പോൾ വേറെ പല മാർക്കറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ മാർക്കറ്റുകൾ നമ്മുടെ മാർക്കറ്റിനേക്കാളും ഒരുപാട് റിട്ടേൺ കഴിഞ്ഞ 2 വർഷത്തിൽ ഉണ്ടായിട്ട് പോലും അവരുടെ വാല്യുവേഷൻ നമ്മുടെ പകുതി വാല്യുവേഷനേ ഉള്ളൂ. ഞാൻ പറയുന്നത് PE റേഷ്യോസ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് അങ്ങനെയുള്ള വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ വാല്യുവേഷനേക്കാളും കുറവാണ് ആ മാർക്കറ്റിലൊക്കെ പെർഫോം ചെയ്തിട്ട് പോലും. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ പറഞ്ഞെങ്കിൽ നമുക്ക് കൂടുതൽ കമ്പനികൾ പറഞ്ഞു, ഉള്ള കമ്പനികൾ കൂടുതൽ വലുതാണ്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ട് മാത്രം വന്നിട്ട് കാര്യമല്ല, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കമ്പനികളോട് പറഞ്ഞു. ഓക്കെ. ഇപ്പം നമ്മൾ വീണ്ടും ട്രേഡിങ്ങിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു അതായിരുന്നു ഫേവറേറ്റ് ഇൻഡെക്സ് അല്ലേ? അതിനുശേഷം മാർക്കറ്റിൽ ഒരുപാട് ചേഞ്ചസ് വന്നു, ലോട്ട് സൈസിൽ ചേഞ്ച് വന്നു, എക്സ്പയറിയിൽ ചേഞ്ചസ് വന്നു. അപ്പം ഇങ്ങനത്തെ മാറ്റങ്ങൾ എങ്ങനെ ട്രേഡിങ്ങിനെ അഫക്റ്റ് ചെയ്തു? ഞാൻ നിഫ്റ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നിഫ്റ്റിയില്ല, ഞാൻ DLFൻ്റെ സ്റ്റോക്കിൻ്റെ ഓപ്ഷൻസിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ ചെയ്തു. പിന്നെ 2016 ബാങ്ക് നിഫ്റ്റി വീക്കിൽ വന്നപ്പോൾ അതിലേക്ക് മാറി. പിന്നെ 2022 വരെ ബാങ്ക് നിഫ്റ്റി മാത്രം ചെയ്തു. 2022 ഓരോരോ നിഫ്റ്റി എക്സ്പയറി, മിഡ് ക്യാപ്പ്, ഫിൻ നിഫ്റ്റി അങ്ങനെ എല്ലാം വന്ന സമയത്ത് എല്ലാത്തിലേക്കും ഡൈവേഴ്സിഫൈ ചെയ്തു. അതിനുശേഷം പിന്നെ ഇതെല്ലാം നിർത്തി നിഫ്റ്റി സെൻസെക്സ് മാത്രമാക്കി വീക്കിലി. അപ്പോൾ നിഫ്റ്റി സെൻസെക്സ് മാത്രമാക്കിയാണ്. കാരണം വെച്ചാൽ വീക്കിലി എക്സ്പയറിങ് കുറച്ചുകൂടെ ഫീസിബിലിറ്റി ഉണ്ട് ഇൻട്രാഡേ ട്രേഡിങ്ങിന്. അപ്പോൾ അതിൽ ഞാൻ ചെയ്തു. പിന്നെ സെബി ഇത് നിർത്തി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫോറിൻ ഫണ്ട് പുറത്തേക്ക് പോകാൻ ഇതും ഒരു കാരണമാണ്. ഈ വീക്ക്ലി എക്സ്പയറി ഉള്ള സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് ഇൻഎഫിഷ്യൻസീസ് ഉണ്ട്. ഈ ഇൻഎഫിഷ്യൻസി പ്ലസ് മാനിപ്പുലേഷൻ നടത്താൻ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ജെയിൻ സ്ട്രീറ്റ് ഒക്കെ പോലുള്ള
ഫണ്ടുകൾ ഒരുപാട് പൈസ ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ അവർ നല്ല രീതിയിൽ പൈസ ഡെറിവേറ്റീവ്സിൽ ഇത് രണ്ടും കൂടെ കൂട്ടി മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പമ്പ് ചെയ്തു. അപ്പം ഇത് മാനിപ്പുലേഷനുള്ള ഓപ്പർച്യൂണിറ്റി കുറഞ്ഞു വീക്കിലി എക്സ്പയറി പല ഇൻഡെക്സിനും സ്റ്റോപ്പ് ചെയ്തപ്പോൾ. അപ്പോൾ അവർ അതിൽ ഒരുപാട് ഫണ്ട് വിഡ്രോ ചെയ്തു. അതും FIIs ഔട്ട്ഫ്ലോസിന് വേറൊരു റീസൺ ആയിട്ടുണ്ട്. പക്ഷേ അതിന് പകരം ഇവർക്ക് ചെയ്യാവുന്നതായിരുന്നൊരു കാര്യം നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്റ്റേണായിട്ട് ഡിസിഷൻ എടുക്കണം. ആരാണെന്ന് നോക്കാതെ, ഇപ്പോൾ FIIs അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരൊക്കെ ആണെന്ന് നോക്കാതെ അവർക്കൊരു ആക്ഷൻ എടുത്ത് അത് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറയ്ക്കായിരുന്നു. വീക്കിലി എക്സ്പയറി നിർത്തിക്കൊണ്ട് തന്നെ ചെയ്യായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ US മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒട്ടുമുക്കാലും സ്റ്റോക്കിന് ഓൾട്ടർനേറ്റ് ഡേ എക്സ്പയറി ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സിനും തന്നെ ഡെയിലി എക്സ്പയറി ഉണ്ട്. പക്ഷെ അവിടെ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ ഭയങ്കര കുറവാണ്. അവിടെ വേറെ രീതിയിലുള്ള മാനിപ്പുലേഷൻസ് ഉണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള ഇൻഡെക്സ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. റാൻഡമായിട്ട് ഒരു ഫണ്ട് വന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പം ബാങ്ക് നിഫ്റ്റി മന്ത്ലി എക്സ്പയറിയിലേക്ക് പോയ സമയത്ത് അതിൽ ഇൻട്രാഡേ ഫോക്കസ് ചെയ്യോ അതോ നിഫ്റ്റിയിലായിരുന്നോ ഫോക്കസ് ചെയ്യുന്നത്? ബാങ്ക് നിഫ്റ്റി മന്ത്ലി പോയി കഴിഞ്ഞാൽ പിന്നെ നിഫ്റ്റിയിലേക്ക് മാറിയാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് വീക്കിൽ ചെയ്യും. അപ്പോൾ ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ പിന്നെ ലാസ്റ്റ് 2-3 ഡേയ്സ് എക്സ്പയറി എടുത്ത് കഴിയുമ്പോൾ അതിൽ ചെയ്യും, അല്ലെങ്കിൽ നിഫ്റ്റിയിൽ തന്നെ. പിന്നെ ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, ഇപ്പം ഞാൻ ഓപ്ഷൻ ബയർ ആണെങ്കിൽ ഞാൻ ഓപ്ഷൻ ബൈ മാത്രമേ ചെയ്യൂ, ഞാൻ ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ ഞാൻ ഓപ്ഷൻ സെല്ലിംഗ് മാത്രമേ ചെയ്യൂ, ഞാനൊരു സ്വിംഗ് ട്രേഡറാണ്. അപ്പം അങ്ങനെയാണോ അതോ മാർക്കറ്റിൽ ഏതാണോ ഓപ്പർച്യൂണിറ്റി ഉള്ളത് അത് നമ്മൾ ഫോക്കസ് ചെയ്യുക? അപ്പം അതിൻ്റെ ഒരു ക്ലാരിറ്റി. ഇപ്പോൾ ഓപ്ഷൻ ബയർ ആകാം, ഓപ്ഷൻ സെല്ലർ ആകാം. നിങ്ങൾ ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ മാത്രം ചെയ്യുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ അതിൽ പ്രശ്നം നിങ്ങൾക്ക് എക്സ്ട്രീം പേഷ്യൻസ് വേണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻ ബയറുടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വർഷം നോക്കുകയാണെങ്കിൽ ഒരു 3-4 വീക്സേ ഉണ്ടാവുള്ളൂ. ഒരു വർഷത്തിൽ ഒരു ഓപ്ഷൻ ബയർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സമയമാണ് മിക്ക ഇയറല്ലോ. ചില ഇയേഴ്സിലേക്ക് ചിലപ്പോൾ ത്രൂ ഔട്ട് ദി ഇയർ ഉണ്ടാവും. പക്ഷേ നോർമലി നോക്കുകയാണെങ്കിൽ ഒരു 3-4 വീക്സ് ഒരു വർഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു 3-4 വീക്സ് മാത്രം ട്രേഡ് ചെയ്തിട്ട് ബാക്കി ടൈം എല്ലാം വെറുതെ ഇരിക്കാനൊരു അതിനുള്ളൊരു പേഷ്യൻസ് ഒരു ട്രേഡർക്ക് എന്ത് എന്നാലും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സമയമുണ്ട്. ഈ ബാക്കി 11 മന്ത്സിൽ അത് ചിലപ്പോൾ സ്പ്രെഡ് ആയിരിക്കും. ഈ 3-4 വീക്സ് എന്ന് പറയുമ്പോൾ ഒരു വീക്ക് ഒന്ന് പിന്നെ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീക്ക് വരുന്നത്. ചിലപ്പോൾ 4 വീക്സ് ഒന്നിച്ചായിരിക്കും വരുന്നത്. പക്ഷേ ബാക്കിയുള്ള സമയങ്ങളിൽ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്ത് ഓപ്ഷൻ സെല്ല് കൂടെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഇപ്പം പലർക്കും പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ ഈ സമയത്ത് പൈസ ഉണ്ടാകും, ബാക്കിയുള്ള സമയത്തും ഓപ്ഷൻ ബൈ തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പൈസ കളയും. അല്ലെങ്കിൽ സെല്ലേഴ്സ് ആണെങ്കിൽ ഈ 8 മാസം 9 മാസം 10 മാസത്തോളം പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവർക്ക് മോശമുള്ള മാർക്കറ്റ് വരുന്ന ടൈമിൽ പെട്ടെന്ന് ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് ആ ഒരു വർഷം ഉണ്ടാക്കിയ പൈസ മൊത്തം കളയും. അപ്പോൾ അങ്ങനൊരു മിസ്റ്റേക്ക് ഒഴിവാക്കണമെങ്കിൽ രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ രണ്ടും ചെയ്യുമ്പോൾ ആൾക്കാർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഓക്കെ ഏത് ടൈമിലാണ് ഓപ്ഷൻ ബൈ ചെയ്യേണ്ടത്, ഏത് ടൈമിലാണ് ഓപ്ഷൻ സെല്ല് ചെയ്യേണ്ടതെന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ജഡ്ജ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ഇവൻറ്റും ഇല്ലാതെ മാർക്കറ്റ് വോളറ്റിലിറ്റി വെച്ചിട്ട് തന്നെ വിക്സ് 15+ പോവുകയാണെങ്കിൽ ആ ടൈം ബൈങ്ങിന് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ആ ഒരു 20 പോവുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ട്രേഡ് ചെയ്യാനേ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം കുറച്ച് 20+ വരുന്ന സമയത്ത് ബൈ ആണെങ്കിൽ സെല്ലാണെങ്കിൽ ട്രേഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ക്വാണ്ടിറ്റി വളരെ കുറച്ച് ചെയ്യുക. ഒരു 15-20 ഒക്കെ വരുന്ന ടൈമിൽ ബൈക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ആ സമയത്ത് സെല്ല് ഒഴിവാക്കും. 15 താഴെ പോകുന്ന സമയത്ത് ഒരു 13 പോകുന്ന സമയത്ത് സെല്ല് മാത്രം ചെയ്യും, വളരെ റെയറായിട്ട് ബൈ ചെയ്യും. 13 to 15 ഉള്ള സമയത്ത് ബൈ സെല്ല് ഏതാണെന്ന് വെച്ചിട്ട് നമ്മുടെ ജഡ്ജ്മെന്റ് അനുസരിച്ചിട്ട് ചെയ്യും. കുറച്ചുകൂടി അത്യാവശ്യം ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ട്രൈക്ക് ചെയ്ത് ചൂസ് ചെയ്യണം എന്നുള്ളത്. കാരണം ഒരുപാട് കോൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിലും പുട്ട് ഓപ്ഷൻ എടുക്കുകയാണെങ്കിലും ഒരുപാട് സ്ട്രൈക്കുകളുണ്ട്. സ്ട്രൈക്ക് എപ്പോഴും ആൾക്കാർ പൊതുവെ കാണുന്നത് ചെറിയ പ്രീമിയം ഉള്ള സ്ട്രൈക്ക് വാങ്ങിക്കുന്നു, അത് DK ആവുന്നു, 0യിലേക്ക് പോകുന്നു, ലോസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ DK ആവുന്നു എന്ന് പറയുന്നത് പോലും ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ല സ്മോളിലോട്ട്. അപ്പോൾ ആ സ്ട്രൈക്ക് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? സ്ട്രൈക്ക് ബൈ ഡിഫോൾട്ട് നോക്കുകയാണെങ്കിൽ എല്ലാവരും അഡ്വൈസ് ചെയ്യുന്ന ഇൻ ദ മണി എടുക്കാനാണ്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഏത് സമയത്ത് ഓപ്ഷൻ ബൈ ചെയ്യണം, ഏത് സമയത്ത് സെല്ല് ചെയ്യണം എന്നറിയുകയും ഏത് സ്ട്രൈക്ക് ഏത് സമയത്ത് ചൂസ് ചെയ്യണം എന്നറിയുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഒരു എഡ്ജാണ്. നമുക്ക് മാർക്കറ്റിൽ വേറെ ഒരു എഡ്ജും ഇല്ലെങ്കിൽ അത് തന്നെ ഒരു എഡ്ജാണ്. അത് വെച്ചിട്ട് തന്നെ പ്രോഫിറ്റ് കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലൊരു വ്യത്യാസം ഉള്ളത്, ഞാൻ പറഞ്ഞത് ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ എന്നൊരു ജനറിക് ആയിട്ടൊരു ടേംസ് നോക്കുകയാണെങ്കിൽ 15+ വിക്സ് 15 to 20 വിക്സ് ബൈ, 20+ വിക്സ് മാറിയിക്കുക, പിന്നെ ഒരു 13 to 15 ബൈ അല്ലെങ്കിൽ സെല്ല് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട്, പിന്നെ 11 to 13 സെല്ല്, ബിലോ 11 മാർക്കറ്റ് ഒഴിവാക്കുക. ഇതാണ് ഒരു ജനറൽ ഗൈഡ് ലൈൻ ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ ഏത് സ്ട്രൈക്ക് ബൈ ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ സെല്ല് ചെയ്യണം എന്നുള്ളത് അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അത് ഒരുപാട് ഫാക്ടേഴ്സിനെ അനുസരിച്ചിട്ടിരിക്കും.
അതിലൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ വിക്സ് തന്നെ ഒരു ഫാക്ടറാണ്. ഇപ്പോൾ 11 to 13 വീക്സ് ഉള്ള സമയത്ത് ഞാൻ സെല്ലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ റെയറായിട്ട് ഞാൻ ബൈ ചെയ്യും. ആ റെയറായിട്ട് ബൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഡീപ്പ് ഐ ടി എം ഞാൻ വാങ്ങിക്കാറുള്ളൂ. ചിലപ്പോൾ നിഫ്റ്റിയാണ് 200 പോയിൻ്റൊക്കെ ഐ ടി എം ഒക്കെ വാങ്ങിക്കാറുള്ളൂ. എന്നുവെച്ചാൽ ആ സമയത്ത് മൂവ്മെൻറ്റ് മാഗ്നിറ്റ്യൂഡ് വളരെ കുറവായിരിക്കും. 13 to 15 ആണെങ്കിലും വിക്സ് ആണെങ്കിലും ഞാൻ ബൈ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഐ ടി എം അല്ലെങ്കിൽ എ ടി എം ഒക്കെ ആയിരിക്കും. പിന്നെ എത്ര ദിവസം എക്സ്പയറി ഉണ്ടെന്ന്. മോസ്റ്റ് ഓഫ് ദ എക്സ്പയറി ഡേയ്സിൽ ഞാൻ ഓപ്ഷൻ ബൈ ചെയ്യാറില്ല. മാക്സിമം ചെയ്യുവാണെങ്കിൽ ഐ ടി എം ആണ് ബൈ ചെയ്യുന്നത്. എക്സ്ട്രീം റെയർ കേസിൽ വളരെ വലിയ മൂവ് വരുമെന്ന് തോന്നുവാണെങ്കിലും ഫാർ ഒ ടി എം ചിലപ്പോൾ പിടിച്ചിരിക്കും. പക്ഷെ അത് ഭയങ്കര ഡിസ്ക്രിപ്ഷനാണ്. പിന്നെ 2020 ഞാൻ ഫോളോ ചെയ്യുന്ന സമയത്ത് 0 ആവുന്ന കൈൻഡ് ഓഫ് പൊസിഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഹൈ വിക്സ് ഉള്ള സമയത്ത് 15+ വീക്സ് ഉള്ള ടൈമിൽ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ ഒട്ടുമുക്കാലും ടൈമിലും ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും ബൈ ചെയ്യുന്നത്. അതേസമയം എക്സ്പയറി ഡേ ആണെങ്കിൽ സെയിം ആയിരിക്കും, ഐ ടി എം ആയിരിക്കും. എക്സ്പയറി ഡേയിലും എന്തെങ്കിലും വലിയ മൂവ് വരും എന്നുള്ള ടൈമിലാണെങ്കിൽ ഒ ടി എം ആയിരിക്കും. പിന്നെ എത്ര മൂവ് വരാമെന്നൊരു ജഡ്ജ്മെൻ്റ് എടുക്കും. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, ചാർട്ട് പാറ്റേൺ വെച്ചിട്ട്, വിക്സ് വെച്ചിട്ട്, കറണ്ട് സിറ്റുവേഷൻസ് വെച്ചിട്ട് എത്ര മൂവ് വരാമെന്നൊരു ജഡ്ജ്മെൻ്റ് എടുക്കും. ആ ജഡ്ജ്മെൻ്റ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണമെന്നില്ല. അത് ആ ജഡ്ജ്മെൻ്റ് അനുസരിച്ചിട്ട് മാർക്കറ്റിൽ ഞാനെടുക്കുന്ന സ്ട്രൈക്ക് ഐ ടി എം വരുന്ന രീതിയിലുള്ളൊരു സ്ട്രൈക്ക് ആയിരിക്കും ഞാൻ മോസ്റ്റ്ലി എടുക്കുന്നത് ബൈ ചെയ്യുമ്പോൾ. സെല്ല് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ ഒരു മാർക്കറ്റ് എത്രമാത്രം എനിക്ക് ഓപ്പോസിറ്റ് പോകാമെന്നൊരു ജഡ്ജ്മെൻ്റ് എടുത്തിട്ട് ആ ജഡ്ജ്മെൻ്റ് അനുസരിച്ചിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സ്ട്രൈക്ക് ഐ ടി എം ആകരുത് എന്നുള്ള രീതിയിലുള്ള സ്ട്രൈക്കാണ് ഞാൻ സെല്ല് ചെയ്യുന്നത്. പിന്നെ മോസ്റ്റ്ലി സെല്ല് ചെയ്യുമ്പോൾ അറ്റ് ദ മണി അല്ലെങ്കിൽ ലിറ്റിൽ ഐ ടി എം ഒക്കെ സെല്ല് ചെയ്യാൻ നോക്കുക. കാരണം പ്രീമിയം ഇല്ലാത്ത സെല്ല് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ രണ്ടും എടുക്കും, കോളും പുട്ടും, സ്റ്റാഡിലോ സ്ട്രാങ്കിൾ ഏതായിരിക്കും? ഇല്ലില്ല, ഏതെങ്കിലും ഒരു സൈഡ് ചെയ്യാറ്. ഡയറക്ഷനിലാണ് കൂടുതലും ചെയ്യാറ്. നോൺ ഡയറക്ഷൻ വളരെ റെയറായിട്ട് ചെയ്യാറുള്ളൂ, വളരെ റെയറാണ്. സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെഡ്ജ് എടുക്കും. പിന്നെ സ്റ്റോപ്പ് ലോസ് സിസ്റ്റത്തിൽ ഇടില്ല. ഒരു ഇൻവാലിഡേഷൻ ലെവൽ ഉണ്ടാവും, അല്ല ഇൻവാലിഡേഷൻ പാറ്റേൺസ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. സ്റ്റോപ്പ് ലോസ് സിസ്റ്റത്തിൽ ഇല്ല, പക്ഷേ എനിക്ക് എക്സിറ്റ് പോയിന്റ് ഉണ്ടാവും. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എക്സിറ്റ് ക്രൈറ്റീരിയ ഉണ്ടാവും. അതിനുവേണ്ടി സിസ്റ്റത്തിൽ ഓർഡർ ഇട്ട് വെക്കില്ല. അത് മൈൻഡിൽ വെക്കുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ പൊതുവേ ഈ മൈൻഡിൽ വെക്കുന്ന സാധനം നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് മാറ്റാൻ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടല്ലോ, അതായത് ഇറങ്ങാതിരിക്കാൻ ആൾക്കാർക്ക്. മൈൻഡിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിലാണെങ്കിലും മാറ്റാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ട്രേഡ് ചെയ്ത് ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ടൈമിൽ സിസ്റ്റത്തിൽ സ്റ്റോപ്പ് ലോസ് വെക്കുമായിരുന്നു. മാർക്കറ്റ് സ്റ്റോപ്പ് ലോസിന്റെ അടുത്ത് വരുമ്പോഴേക്കും ഞാൻ അത് മാറ്റി താഴേക്ക് വെക്കും, വീണ്ടും താഴേക്ക് വെക്കും, അങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ നമ്മുടെ മൈൻഡ് സെറ്റാണ്, നമ്മൾ എത്ര നമ്മൾ അഡാപ്റ്റ് ആകുന്നതനുസരിച്ചാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മൈൻഡിൽ സിസ്റ്റത്തിലൊന്നുമില്ല, മൈൻഡിലായിരിക്കും. പക്ഷേ മൈൻഡിലുള്ള സംഭവം എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എക്സിറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു തോട്ട് പ്രോസസ്സ് തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ നമ്മളൊരു ട്രേഡ് എടുത്തു. അപ്പോൾ ട്രേഡ് എടുക്കുന്ന മാർക്കറ്റിൽ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് നമ്മുടെ ഒരു വ്യൂ ഉണ്ട്, ജഡ്ജ്മെൻ്റ് ഉണ്ട്, എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതനുസരിച്ചിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഫേവറബിൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓൾ ഗുഡ്. അത് എവിടെയാണോ എക്സിറ്റ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത് അവിടെ എക്സിറ്റ് ചെയ്യും. അതേസമയം നമുക്ക് ഓപ്പോസിറ്റ് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ആൾക്കാർക്ക് വാശി കൂടും. അപ്പോൾ അത് ഡബിൾ ചെയ്യും, ആവറേജ് ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷേ മുമ്പ് ഞാനും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവോൾവ് ആയതിനു ശേഷം ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, ഓക്കെ മാർക്കറ്റ് എനിക്ക് ഓപ്പോസിറ്റ് പോയപ്പോൾ ഇത്ര ലോസേ വന്നുള്ളൂ, പക്ഷേ എനിക്ക് ഫേവറബിൾ ആയിട്ട് വരുന്നെങ്കിൽ അവിടെ നല്ല പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ലോസ് കട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ക്യാപിറ്റൽ, ഞാൻ സേവ് ചെയ്യുന്ന ക്യാപിറ്റൽ ഇനി അടുത്ത ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എനിക്ക് ഡിപ്ലോയ് ചെയ്യാം. അതിൽ പ്രോഫിറ്റ് വരുവാണെങ്കിൽ അത് വീണ്ടും ഇപ്പോൾ വന്ന ലോസിൻ്റെ 10 ഇരട്ടി ചിലപ്പോൾ പ്രോഫിറ്റ് വരുമായിരിക്കും. അല്ല, പക്ഷെ ആ ഒരു പോയിന്റിലേക്ക് എത്താനായിട്ട് കുറേ ടൈം എടുക്കുമല്ലോ ആ ഒരാളുടെ അടുത്ത് നമ്മൾ അഡ്വൈസ് ചെയ്യുവാണെങ്കിൽ എന്താ പറയാൻ പറ്റും? ഇപ്പം ഞാനിപ്പോൾ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കറിയാം, നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർക്ക് ലോസ് കട്ട് ചെയ്ത് ഇറങ്ങാൻ മടിയാണ്, സ്റ്റോപ്പ് ലോസ് വെക്കാൻ മടിയാണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ മടിയാണ്. അപ്പം അങ്ങനെ ഒരു ആൾക്കാരുടെ അടുത്ത് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളത് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ട്രേഡ് ചെയ്യുക. അതായത് നമുക്ക് ആ ട്രേഡിൽ വേഴ്സ്റ്റ് കേസിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇപ്പോൾ ഒരാളുടെ ക്യാപിറ്റൽ 1 lakh rupees ആണെങ്കിൽ ആ ട്രേഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ വേഴ്സ്റ്റ് കേസ് വരുവാണെങ്കിൽ 50,000 ലോസ് വരുമെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് വളരെ വലിയ ട്രേഡാണ്, അതെടുക്കാനേ പാടില്ല. ഇപ്പോൾ വേഴ്സ്റ്റ് കേസ് വരുവാണെങ്കിൽ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ 1,000-2,000 ഒക്കെ ആയിരിക്കണം 1 lakh ക്യാപിറ്റലിൽ വേഴ്സ്റ്റ് കേസിൽ പോകുന്നു. അപ്പോൾ ആ രീതിയിൽ ട്രേഡ് എടുക്കാവുള്ളൂ. ആ രീതിയിൽ ട്രേഡ് എടുത്തു കഴിയുമ്പോൾ ആ ഒരു 1,000 അല്ലെങ്കിൽ 2,000 ഒക്കെ വേഴ്സ്റ്റ് കേസാണ്. അപ്പോൾ നോർമലി നമ്മൾ റോങ് ആയി പോയി നമുക്ക് തന്നെ മനസ്സിലാവുന്ന സമയത്ത് ചിലപ്പോൾ ആ ലോസ് ചിലപ്പം 200 രൂപ 500 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ ഈ 1 ലക്ഷം ക്യാപിറ്റലിൽ. ആ സമയത്ത് എക്സിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല മെൻ്റലി. ഇപ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ 1 ലക്ഷം ക്യാപിറ്റലുള്ള ആൾ വേഴ്സ്റ്റ് കേസിൽ 10,000 എങ്കിലും ലോസ് വരുന്ന രീതിയിലായിരിക്കും ട്രേഡ് എടുക്കുന്നത്. നോർമൽ ലോസിൽ നമ്മൾ
നമ്മൾ റോങ് ആണെന്ന് മനസ്സിലാവുന്ന ടൈമിൽ തന്നെ ചിലപ്പം 3,000 4,000 അല്ലെ 5,000 ലോസ് ഉണ്ടാവും. അപ്പോൾ ഈ ലോസ് കാണുമ്പോഴേക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. 1 lakh ക്യാപിറ്റലിൽ 5,000 രൂപ ഇനി നാളെ 95,000 ഉള്ളല്ലോ എന്നൊരു മൈൻഡിലേക്ക് വരും. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് തിരിച്ചു പിടിക്കണം. എനിക്ക് കുറച്ച് ക്യാപിറ്റലിട്ട് കുറച്ചുകൂടെ പൊസിഷൻ കൂട്ടാം. അപ്പോൾ മാർക്കറ്റ് കുറച്ച് തിരിച്ചെന്നോ അതിലൊന്ന് ഉള്ള മൈൻഡിൽ അവർ വീണ്ടും പൊസിഷൻ ആഡ് ചെയ്യും. ആ ഒരു മൈൻഡ് സെറ്റ് മാറണമെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി നമുക്ക് അഫോർഡബിൾ ആയിട്ടും നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ ഈ സംഭവം ഒരുപാട് മാറും. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം അനാലിസിസുകളും പഠിക്കുകയും ചെയ്യാന്ന് പറയുമ്പോൾ ജേർണലിംഗ് ആയിരിക്കുമല്ലോ ഒരു പരിധി വരെ അതെ. പ്രോഫിറ്റിലേക്ക് എത്തിക്കുക. അപ്പോൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്? പലപ്പോഴും ആൾക്കാർ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ട്രേഡിംഗ് ജേർണൽ. കാരണം ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ലാപ്പ് അടച്ചു വെച്ചിട്ട് പോവുക എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ഈ ജേർണലൊക്കെ ചെയ്യുന്നത് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ഭയങ്കര എന്താണ് ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസും അല്ലെങ്കിൽ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അവർക്കൊക്കെ ജേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടാണ്. അപ്പോൾ അവരൊരു ട്രേഡ് കഴിഞ്ഞ് ആ ട്രേഡിൻ്റെ എൻട്രി എടുത്ത് അപ്ഡേറ്റ് ചെയ്ത് എക്സിറ്റ് അപ്ഡേറ്റ് ചെയ്ത് റീസൺ അപ്ഡേറ്റ് ചെയ്തു അങ്ങനെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യും. പക്ഷേ ഞാൻ അങ്ങനെയുള്ള ഒരാളെ അല്ല. എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ 10-15 വർഷമായിട്ട് 10 വർഷത്തിനകത്തുള്ളതായിട്ട് കറക്റ്റായിട്ട് ജേർണൽ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ ട്രേഡ് എൻട്രി എക്സിറ്റ് അല്ല ചെയ്യുന്നത്. ഞാനൊരു ട്രേഡ് എടുക്കും. ട്രേഡ് നോർമലായിട്ട് പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതൊക്കെ അതൊരു നോർമൽ സംഭവമാണ്. അതെൻ്റെ മൈൻഡിലുണ്ട്. നമ്മുടെ സിസ്റ്റത്തിനനുസരിച്ചിട്ടാണ് അത് അങ്ങനെ അങ്ങ് പോകും. പക്ഷേ ഞാനൊരു ട്രേഡ് എടുത്തു. ആ ട്രേഡ് ചിലപ്പം അൺയൂഷ്വലി ബിഗ് പ്രോഫിറ്റ് തന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ പ്രോഫിറ്റ് തന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ട്രേഡ് കഴിയുമ്പോൾ അനലൈസ് ചെയ്ത് നോക്കും. അത് നോട്ട് ചെയ്ത് നോക്കും. അതെൻ്റെ ഒരു ജേർണലാണ്. പിന്നെ ആ ചാർട്ട് സേവ് ചെയ്തു അതിനൊപ്പം തന്നെ. അതുപോലെ തന്നെ ഒരു ട്രേഡ് എടുത്തു. എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷനുള്ള ട്രേഡായിരുന്നു. പക്ഷേ അതെനിക്ക് ഓപ്പോസിറ്റ് പോയി റോങ് ആയിട്ട് പോയി. ആ ട്രേഡ് നേരെ ഓപ്പോസിറ്റ് പോയിട്ട് ഞാൻ പ്രതീക്ഷിച്ചേക്കാളും ലോസ് തന്നു. അത് ഭയങ്കര വിയേർഡ് കണ്ടീഷനാണ്. അല്ലെങ്കിൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഔട്ട്കമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള റീസൺസും ആ സമയത്തെ സിറ്റുവേഷൻസ് എല്ലാം പല പല ഫാക്ടേഴ്സ് ഉണ്ടാവും. ഈ ഫാക്ടേഴ്സ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് അതെല്ലാം ചെറുതായിട്ട് കൺസൈസ് ആയിട്ടൊരു ചെറിയ ബ്രീഫായിട്ട് അതും നോട്ട് ചെയ്ത് നോക്കും. അതെൻ്റെ ഒരു ജേർണലാണ്. അതുപോലെ ഒരു ന്യൂസ് തോന്നും. ആ ന്യൂസ് വരുമ്പോൾ ആ ന്യൂസിൻ്റെ ടൈമിൽ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഏത് ടൈമിലാണ് ന്യൂസ് വന്നപ്പോൾ എങ്ങനെയാണ് മൂവ്, അത് കഴിഞ്ഞിട്ട് ഹാഫ് ആൻ അവർ കഴിഞ്ഞു 1 hour കഴിഞ്ഞു, ഏത് ടൈമിലാണ് ന്യൂസ് ഡൈജസ്റ്റ് ആയിട്ട് മാർക്കറ്റ് നോർമലായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയത്, അത് ഇത് ഡയറക്ഷനിലാണ്, അതിന് മുന്നേ ഉള്ള മൂവ് എന്താണ്, അതെല്ലാം നോക്കിയിട്ട് അതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നോട്ട് ചെയ്ത് വെക്കാറുള്ളൂ. അത് ചിലപ്പോൾ ഒരു മാസം ചിലപ്പോൾ 1-2 അല്ലെങ്കിൽ മുമ്പൊക്കെ ചിലപ്പോൾ ഒരു മാസത്തിൽ 6-7 ജേർണലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ചിലപ്പോൾ 1-2 ജേർണലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത് മാത്രമേ നോട്ട് ചെയ്ത് നോക്കും. എന്നിട്ട് അത് വല്ലപ്പോഴും പോയിട്ട് റിവൈസ് ചെയ്ത് നോക്കും. നമ്മളിപ്പോൾ എല്ലാ ട്രേഡും എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വേസ്റ്റാണ്. കാര്യം നമ്മൾ ഒരിക്കലും പോയിട്ട് അത് വായിക്കാൻ പോകുന്നില്ല. അതേസമയം നമ്മൾ ഈ എക്സ്റ്റെൻവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ വരുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ RBI പോളിസി, RBIയുടെ ബൈ മന്ത്ലി പോളിസി വരുമ്പോൾ ആ പോളിസി ഡേറ്റിൽ എന്ത് സംഭവിക്കും, എന്താണ് ഡിസിഷൻ, എന്തായിരുന്നു എക്സ്പെക്ടേഷൻ, അതനുസരിച്ച് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്തു, പോളിസി ടൈമിന് മുന്നേ എങ്ങനെ, അത് കഴിഞ്ഞിട്ട് എങ്ങനെ, പിറ്റേന്ന് എങ്ങനെ, മുന്നത്തെ ദിവസം എങ്ങനെ, ഇതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെക്കും. 2 മാസത്തിലൊരിക്കലേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ RBI പോളിസി വരുമ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, ഡിസിഷൻ എന്തായിരിക്കും എന്ന് ഏകദേശം എല്ലാവർക്കും തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. ആ ഡിസിഷൻ അനുസരിച്ച് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുമെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. എന്ന് വെച്ചാൽ കഴിഞ്ഞ 8-10 വർഷമായിട്ട് ഞാനിത് ട്രാക്ക് ചെയ്യുന്നതാണ്. എല്ലാ പോളിസിക്കും ഇത് ട്രാക്ക് ചെയ്ത് വെക്കുന്നതാണ്. അതുപോലെ ഇങ്ങനെ പ്രത്യേകിച്ച് ഗവൺമെൻറ് പെട്ടെന്നുള്ള അനൗൺസ്മെൻറ്റ്, നിർമ്മല സീതാരാമൻ ക്യാൻഡിൽ, ആ ടൈമിലൊക്കെ ഞാൻ ലോസ് ഉണ്ടാക്കി ആ ക്യാൻഡിലിൽ. അപ്പോൾ അതുപോലെ ഒരു സിമിലർ പാറ്റേൺ ആണ് 2021 ബജറ്റ് ഡേയിൽ വന്നത്. പ്രത്യേകിച്ച് ഒരു അനൗൺസ്മെൻറ്റും ഇല്ല, പക്ഷേ പാറ്റേൺ സിമിലർ ആയിരുന്നു. അപ്പോൾ അതിലേക്ക് നയിച്ച സിറ്റുവേഷൻസ് എന്താണ്, അതിന് മുന്നേ ഉള്ള ദിവസങ്ങളിലൊക്കെ എന്ത് സംഭവിച്ചിട്ടാണ് അങ്ങനെ ആ ദിവസം വന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് നോക്കും. അപ്പോൾ അതേ സിറ്റുവേഷൻ പിന്നീട് വരുമ്പോൾ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ഫെയിൽ ആവുകയും ചെയ്യും. ഫെയിൽ ആവുമെന്ന് പറഞ്ഞാൽ അതേ സിറ്റുവേഷനാണ് ട്രേഡ് ഡീൽ വന്ന സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. India-US ട്രേഡ് ഡീൽ വന്ന സമയത്ത് ഞാൻ അതേ ഒരു സിമിലർ മാഗ്നിറ്റ്യൂഡിൽ മൂവ് ആണ് എക്സ്പെക്ട് ചെയ്തത്. അത് ഫെയിലായി. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഫെയിലാവും. നമ്മൾ ചിലപ്പോൾ 10 തവണ നോക്കുമ്പോൾ 5 തവണ അല്ലെങ്കിൽ 8 തവണ ഫെയിലാവും. പക്ഷേ ഈ 2 തവണ നമ്മൾ സക്സസ് ആവുന്ന ടൈമിൽ കിട്ടുന്ന റിട്ടേൺ ഭയങ്കര ഹൈ ആയിരിക്കും. ഇപ്പോൾ നിർമ്മല സീതാരാമൻ ക്യാൻഡിൽ 2019 വന്നപ്പോൾ 2 രൂപ 3 രൂപ ഉണ്ടായിരുന്ന ഓപ്ഷൻസൊക്കെ ആ 3 days കൊണ്ട് 1000 rupees മേളിലേക്ക് പോയി. അല്ല, അപ്പോൾ അവിടെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ 8 തവണ ഫെയിലായി 2 തവണ സക്സസ്സിലേക്ക് വരും എന്ന് പറയുമ്പം, അപ്പം നമ്മൾ 8 തവണ ഫെയിലാവുന്ന ഒരാൾ ആ 9ാമത്തെ ട്രേഡ് എടുക്കാൻ മടിക്കും. അതായിരിക്കും നല്ല റിവാർഡ് തരുന്ന ട്രേഡ്. ആ ഒരു ട്രേഡിംഗ് സൈക്കോളജി അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്യുന്നത്? ഈ 8 തവണ നമ്മൾ ഫെയിൽ ആകുമ്പോൾ അതിൻ്റെ അകത്ത് വേറെ വേറെ റീസൺസ് ഉണ്ടാകും ഇതിനോടൊപ്പം തന്നെ. അതായത് ചിലപ്പോൾ നമ്മളൊരു സിറ്റുവേഷൻ അനലൈസ് ചെയ്തു, അതുപോലൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അതിന് ചില ഫാക്ടേഴ്സ് 100% അതുമായിട്ട് മാച്ച് ചെയ്യില്ലല്ലോ. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ വേരിയബിൾസ് മാറുന്നുണ്ടാവും. ആ വേരിയബിൾസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് വീണ്ടും നോട്ട് ചെയ്യുക.
ഓക്കെ. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോവാ. അല്ല അപ്പൊ എന്നാലും ആ സൈക്കോളജി എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ്? അതിൽ ഞാൻ പറഞ്ഞ പൊസിഷൻ സൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഓക്കെ. നമുക്ക് 1,00,000 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഈ ഓരോ തവണയും കൊണ്ടുപോയിട്ട് 10,000 ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവസാനമാകുമ്പോഴേക്കും ഇതെല്ലാം ഫെയിൽ ആവും. പിന്നെ അത് തന്നെയല്ല, ഈ 8 തവണ ഫെയിൽ ആകുമെന്ന് പറഞ്ഞാൽ 8 തവണ കണ്ടിന്യൂസ് ആയിരിക്കില്ല ഫെയിൽ ആകുന്നത്. ഈ 8 തവണ ഫെയിൽ ആകുന്നതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് ട്രേഡ്സ് അല്ലാത്ത ട്രേഡ്സ് കിട്ടും. പിന്നെ 8 തവണ ഫെയിൽ ആവണം നിർബന്ധമില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ ഇത്രയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ 8 തവണ ഒന്നും ഫെയിൽ ആവില്ല. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും ഇയേഴ്സ് ഡേറ്റ നമ്മൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വെച്ച് പഠിച്ച് നോട്ട് ചെയ്ത് അതനുസരിച്ചിട്ട് ട്രേഡ് എടുക്കുമ്പോൾ 8 തവണ ഒന്നും ഫെയിൽ ആവില്ല, പറ്റില്ല. ഇപ്പം പക്ഷെ ആൾക്കാർ കാണുന്ന, ഇപ്പം സാറ് പറയുന്ന ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇത്രയും എക്സ്പീരിയൻസ് ആകുമ്പോഴാണല്ലോ ഇവിടേക്ക് എത്തുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ആൾക്കാർക്ക് പെട്ടെന്ന് ക്വിക്ക് റിച്ച് ആവുക, ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് 3 മാസം നിങ്ങൾ പഠിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ഒരു എൻട്രി മാത്രമാണ്. അതിനുശേഷമാണ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എനിക്ക് തോന്നുന്നു വാലിഡ് ആയിട്ടുള്ള കുറേ ലിങ്കുകൾ ഇടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളത് ഫോളോ ചെയ്യാറുണ്ട്, നോക്കാറുണ്ട്. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ലേണിംഗ് എന്ന് പറയുന്നത് ഒരു നോൺ സ്റ്റോപ്പ് പ്രോസസ് അത് നെവർ എൻഡിങ് പ്രോസസ്സാണ്. അതൊരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല. ഓക്കെ. അതുപോലെ തന്നെ പ്രോഫിറ്റബിൾ ആകുക എന്ന് പറഞ്ഞാൽ റൈറ്റ് അവേ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാടുണ്ടാവും. ഓപ്ഷൻ ട്രേഡിങ്ങിലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്റ്റോക്സിൽ റൈറ്റ് അവേ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ സ്റ്റോക്സിൽ സ്വിങ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. പക്ഷേ ഇപ്പം റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരുപാട് റിട്ടേൺ ഒന്നും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതിന് പേഷ്യൻസ് വേണം. ആ പേഷ്യൻസും ഹാർഡ് വർക്കിംഗ് ഉള്ളവർക്ക് മാത്രമേ ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് ഭയങ്കര കുറവാണെന്ന് തോന്നുന്നില്ല ആൾക്കാർക്ക്. അതാണ്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇപ്പം പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇത്രയും പൈസ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇന്നും സൊസൈറ്റി സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന എന്തോ ഒരു മോശം കാര്യമാണ് എന്ന് ഇപ്പം റീസെന്റ് പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചാണ്, എന്തോ ഒരു ഫംഗ്ഷന് നിൽക്കുകയാണ്, ജോയിൻ ചെയ്യാൻ പറ്റില്ല ക്ലാസ്സിൽ, പക്ഷെ അവിടെ നിന്ന് ഓൺലൈൻ ആണെങ്കിലും കയറി കഴിഞ്ഞാൽ ഞാൻ വേറെ ആരുടെ പറഞ്ഞിട്ടില്ല, സീക്രട്ട് ആയിട്ടാണ്. ഇപ്പോഴും ആൾക്കാർ അങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടുള്ളൊരു അതിന്റെ മെയിൻ റീസൺ ഇതാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നതിൽ ഒരു 90% ആൾക്കാർ ഫെയിൽ ആവുകയാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സക്സസ് ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ വരുന്ന ആൾക്കാർ ഒരുപാട് പേര് ഓപ്ഷൻസിലേക്കാണ് വരുന്നത്. അവർ ഫെയിൽ ആകുക എന്ന് പറഞ്ഞാൽ നോർമൽ ഫെയിലിയർ അല്ല, മിസറബിളി ഫെയിൽ ആവുകയാണ് ഇങ്ങനെ. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു എന്താണ്, അതിൻ്റെ ഒരു ട്രോമ എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ആ ഒരു രീതിയിലായിരിക്കും അവർ കാണുന്നത്. ആ ഒരു ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവ മുടിഞ്ഞു പോകും, ആ ഒരു മൈൻഡാണ് ആൾക്കാർക്ക് കൂടുതലും. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ അവർ കാണുന്നതിൽ മെജോറിറ്റി ഓഫ് എക്സാമ്പിൾ അത് തന്നെയാണ്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഓപ്ഷൻസ് എന്നുള്ള കാര്യം മറന്നിട്ട് നമ്മൾ സ്റ്റോക്കിലേക്ക് വരിക, സ്റ്റോക്കിൽ സ്വിങ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനൊരു സംഭവത്തിലേക്ക് വരുവാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് ഒരു ഇവിടെ സാധാരണക്കാരില്ലാതെ എല്ലാവരും വെൽത്ത് ജനറേറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സ്ട്രാറ്റജിയിലേക്ക് മാറാനായിട്ട് പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ അതിന് ശ്രമിക്കാനായിട്ടുള്ള തുടക്കമാണ് ഇൻകോമാക്സ് എന്ന് പറയുന്നതും ഇതൊക്കെ ഈ ഒരു പ്രോസസ്സും. ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോഴും ഓപ്ഷൻസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. ഞാൻ എന്നിട്ട് പറയുന്ന ആൾക്കാർ സ്റ്റോക്കിലേക്ക് വരാനാണ്, ഓപ്ഷൻസിലെല്ലാം സ്റ്റോക്കിലേക്ക് വരാനാണ് പറയുന്നത്. ഇപ്പോഴും ഞാൻ ഓപ്ഷൻ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് വർഷം പരിശ്രമിച്ച് അത് എങ്ങനെ വർക്കാകുന്നു, എങ്ങനെ പ്രോഫിറ്റബിൾ ആകാമെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓപ്ഷൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2010-11 ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ലേ, ആ ടൈമിൽ എനിക്ക് ടൈം ട്രാവൽ ചെയ്ത് ബാക്കിലേക്ക് പോയിട്ട് വീണ്ടും ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനൊരിക്കലും ഓപ്ഷൻസ് ചെയ്യില്ല. ഞാൻ സ്റ്റോക്കേ ചെയ്യുള്ളൂ. Probably, if there is a choice, then I would have started a business instead of doing the stock market. ഈ ഒരു 4-5-8 വർഷം കൊണ്ട് 2020 ഒക്കെ ആവുന്നതിന് മുന്നേ തന്നെ ആ ബിസിനസ് എങ്ങനെയെങ്കിലും വളർത്തിയിട്ട് അത് ലിസ്റ്റ് ചെയ്യാനേ ഞാൻ നോക്കുള്ളൂ. അപ്പോൾ അതാണ് ആ തോട്ട് പ്രോസസ്സിലെ മീൻസ് ഞാനൊരാൾക്ക് അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അതേ ചെയ്യുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരണമെന്ന് നിർബന്ധമാണെങ്കിൽ സ്റ്റോക്കിലേക്ക് വരിക, ഓപ്ഷൻസ് യൂസ് ചെയ്യുക. നമുക്ക് ഒരു നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ആ പോർട്ട്ഫോളിയോക്ക് അഗെയിൻസ്റ്റ് നമുക്ക് ഹെഡ്ജ് ചെയ്യാം. അല്ലെങ്കിൽ പോർട്ട്ഫോളിയോക്ക് ഓപ്പോസിറ്റ് മാർക്കറ്റ് പോകുന്ന ടൈമിൽ ഓപ്ഷൻസിൽ കൗണ്ടർ പൊസിഷൻ എടുത്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ കൗണ്ടർ പൊസിഷൻ എടുത്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം. അതിനുശേഷം ആ കൗണ്ടർ ട്രെൻഡ് മാറിക്കഴിയുമ്പോൾ നമ്മുടെ സ്റ്റോക്സ് റൈഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓപ്ഷൻസ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരണമെന്ന് നിർബന്ധമില്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. നിങ്ങളൊരു കമ്പനി ഉണ്ടാക്കിയ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ നോക്കുക. അവിടെയാണ് റിയൽ വെൽത്ത് ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്നെ ഹെൽപ്പ് ചെയ്തൊരു ഇൻസിഡൻ്റ് അല്ല, ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, നിതിൻ കാമത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്. അപ്പോൾ നിതിൻ കാമത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റ് അയാളോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യും,
അപ്പോൾ പലരും ഇപ്പോൾ വർക്ക് അറ്റ് ഹോമാണ്. അന്ന് വർക്ക് അറ്റ് ഹോം കൾച്ചറൊന്നും ആയിട്ടില്ല. പക്ഷേ വർക്ക് അറ്റ് ഹോം കൾച്ചർ ആകുന്നതിന് മുമ്പ് തന്നെ സെറോദയിൽ ഒരുപാട് ആൾക്കാർ വർക്ക് അറ്റ് ഹോം ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് റിലേഷൻഷിപ്പ് റോങ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി അത് ബാഡായിട്ട് ഇമ്പാക്റ്റ് ഇല്ല. നിങ്ങൾ പലരെ നേരിട്ട് കാണുന്ന പോലും ഇല്ല, അല്ലെങ്കിൽ നേരിട്ട് സ്ഥിരമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല. അത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് നിതിൻ കാമത്ത് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ആൾ പറഞ്ഞത് ഭയങ്കര വിയേർഡാണ്. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ വിയേർഡല്ല, പക്ഷെ ആ സമയത്ത് എനിക്ക് തന്നെ അല്ലാതെ ആ ഇൻ്റർവ്യൂ എടുത്ത ആങ്കർക്കും അല്ലെങ്കിൽ അത് കാണുന്ന ആൾക്കാർക്കെല്ലാം അത് ഭയങ്കര വിയേർഡായിട്ട് തോന്നി. അപ്പോൾ നിതിൻ കാമത്ത് പറഞ്ഞു, ഞാനൊരാളെ കാണുമ്പോൾ അയാളുമായിട്ട് എനിക്ക് മുന്നോട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആളെ കാണുമ്പോൾ തന്നെ ഞാനിങ്ങനെ മൈൻഡിൽ ആലോചിക്കും, ഇഫ് എവറിഥിങ് ഗോസ് റോങ് വിത്ത് ദിസ് പേഴ്സൺ, വാട്ട് വിൽ ബി ദ ഇമ്പാക്റ്റ് ഓൺ മീ. ഇപ്പോൾ ഇയാളെനിക്ക് എതിരെ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ എന്നെ ചതിക്കുക, അല്ലെങ്കിൽ അയാൾ പെർഫോം ചെയ്തില്ല, അങ്ങനെ വേഴ്സ്റ്റായിട്ട് എന്ത് ഇയാളോട് സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന ഡാമേജ് എന്താണ്, എനിക്ക് മെൻ്റലി അല്ലെങ്കിൽ ബിസിനസ് ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഫിസിക്കലി ഫൈനാൻഷ്യലി എനിക്ക് എന്തൊക്കെ ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് ഞാനത് ആലോചിച്ച് നോക്കും. ആലോചിച്ച് നോക്കിയിട്ട് ആ റിസ്ക് ഓക്കെ ആണോ എന്ന് നോക്കും. ദെൻ ഐ വിൽ കം ഇൻ ടേംസ് വിത്ത് ദാറ്റ്. പിന്നെ എനിക്ക് ആ പേഴ്സണോട് വർക്ക് ചെയ്യുന്നത് ഈസി ആയിരിക്കും. അതെന്ന് വെച്ചാൽ വേഴ്സ്റ്റ് കേസ് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. ആൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എനിക്ക് എത്രമാത്രം ഡാമേജ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുമായിട്ട് ഞാൻ ഓക്കെയാണ്. അത് വെച്ചിട്ട് ഞാൻ തകർന്നു പോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരിക്കും. പിന്നെ എനിക്ക് ആളുമായിട്ട് വർക്ക് ചെയ്യുന്നതിന് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ അതേ ലോജിക്കാണ് ഞാൻ ട്രേഡിൽ യൂസ് ചെയ്യുന്നത്. ഞാനൊരു ട്രേഡ് എടുക്കുമ്പോൾ ആ ട്രേഡിൽ വേഴ്സ്റ്റായിട്ട് എന്ത് സംഭവിക്കാമെന്ന് ഓർക്കും. മാർക്കറ്റ് ഒരു 1000 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 10,000 പോയിൻറ്റ്സ് എനിക്കെതിരെ പോയി കഴിഞ്ഞാൽ ഈ പൊസിഷൻ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നോക്കും. അങ്ങനെ പോയി കഴിഞ്ഞാലും ഈ പൊസിഷൻ വെച്ചിട്ട് മാക്സിമം ലോസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും നാളെ എനിക്ക് പുതിയ ട്രേഡ് എടുക്കുമ്പോൾ സെയിം സൈക്കോളജി വിത്ത് സെയിം ക്വാണ്ടിറ്റി സെയിം മെൻ്റൽ പീസോടെ ട്രേഡ് എടുക്കാൻ പറ്റുമെന്ന് നോക്കും. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റി കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ക്വാണ്ടിറ്റി കുറയ്ക്കും. അപ്പോൾ ആ ഒരു ലോജിക്ക് ട്രേഡിൽ ഞാൻ അപ്ലൈ ചെയ്യും. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം വേറെ ഒരു പ്രൊഫഷനിലും ഇല്ലാത്ത ഒരു ഇതാണ്. ഇപ്പം നമ്മുടെ മൈൻഡ് സെറ്റും സൈക്കോളജിയും ആണല്ലോ കുറച്ച് അധികം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പുറമേ നമുക്ക് ടെൻഷനൊന്നും ഇല്ല, അല്ലെങ്കിൽ ഫിയർ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഹ്യൂമൻ ബോഡിയാണ് സ്വാഭാവികമായിട്ടും പൊസിഷനിൽ കയറി കഴിയുമ്പം ഒരു ഹാർട്ട് ബീറ്റ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. സാറിന് ഉണ്ടാവുമായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ പലർക്കും വായിക്കാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരാണ്. ഇന്നിപ്പോൾ ഓഡിയോ ബുക്കുകൾ അവൈലബിൾ ആണ്. അപ്പം എനിക്ക് പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറേ ബുക്കുകൾ, നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ തോട്ട് പ്രോസസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഇന്നത്തെ ഒരു തലമുറയുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഓക്കെ. ബുക്കിന് മുമ്പ് ഞാനത് ഒഴിവാക്കാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. വൈ ആം ഐ ടേക്കിംഗ് ദിസ് ട്രേഡ്, വൈ ആം ഐ എക്സിറ്റിംഗ് ദിസ് ട്രേഡ്, ഇതിൻ്റെ രണ്ടിനും ക്ലാരിറ്റി ഉണ്ടാവണം. ഞാൻ ഡിസ്ക്രിപ്ഷണറി ട്രേഡറാണ്. ഞാൻ സിസ്റ്റത്തിൽ നോക്കിയിട്ട് ഒരു പോയിന്റ് ഇത് ഇവിടുന്ന് ക്രോസ് ചെയ്തു, അതുകൊണ്ട് എടുത്ത് ഇവിടുന്ന് ക്രോസ് ചെയ്തു, അവിടുന്ന് എക്സിറ്റ് ചെയ്തു, അങ്ങനല്ല. ഡിസ്ക്രിപ്ഷണറി ട്രേഡർ ആയിട്ട് പോലും എനിക്ക് പല പല ക്രൈറ്റീരിയസ് ഉണ്ടാവും. ഈ ക്രൈറ്റീരിയസ് ഒക്കെ മീറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ ഒരു ട്രേഡ് എടുക്കുന്നത്. ആ ട്രേഡ് എക്സിറ്റ് ചെയ്യണമെങ്കിൽ വേറെ കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ ക്രൈറ്റീരിയസ് ഇൻവാലിഡ് ആണ്, അല്ലെങ്കിൽ പുതിയ കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ടാവും, അത് വരണം. അപ്പോൾ അതിലെനിക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഈ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എൻട്രിയുടെ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്, എക്സിറ്റിൻ്റെ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ എൻട്രി എടുത്തു, ആ പാർട്ട് കഴിഞ്ഞു, പിന്നെ എക്സിറ്റ് ആണുള്ളത്. ആ എക്സിറ്റ് വരുമ്പോഴേക്കും നമുക്ക് ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കും, ഇല്ല ലോസ് ആയിരിക്കും. ലോസ് ആണെങ്കിൽ മാക്സിമം എത്ര വരെയും വരും എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, അതിലെനിക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. അത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആയിരിക്കും. പിന്നെ എനിക്ക് അതിനെ ലോസിനെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളത് പ്രോഫിറ്റാണ്. അത് മാർക്കറ്റ് തീരുമാനിക്കും. നമുക്ക് എക്സിറ്റ് വരുമ്പോൾ എത്ര പ്രോഫിറ്റ് ഉണ്ടോ, ചിലപ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള അത് മൈൻഡ് ചെയ്യാതെ അത് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു മൈൻഡിലൊരു വിഷമോ ഒന്നും വരില്ല. കാര്യം വെച്ചാൽ നമുക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാവും. എപ്പോൾ കയറണം, എപ്പോൾ ഇറങ്ങണമെന്നറിയാം. ഇറങ്ങുന്നത് മോശം സിറ്റുവേഷനിലാണെങ്കിൽ മാക്സിമം എത്ര വരെ പോകാമെന്ന് നമുക്കറിയാം, അത് നമ്മൾ ഓക്കെയാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാം. പിന്നെ നമുക്ക് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് ഫസ്റ്റ് പോയിന്റ്. പിന്നെ ഇതിലേക്ക് എത്താൻ എന്നെ ഹെൽപ്പ് ചെയ്ത ബുക്കുകളിൽ ഒരു 2 ബുക്ക് പേരെടുത്ത് പറയേണ്ടത്, ഒന്ന് ട്രേഡിംഗ് ഇൻ ദ സോൺ, പിന്നെ 2 ബെസ്റ്റ് ലൂസർ വിൻസ്. ഈ 2 ബുക്ക് ഞാൻ ഒരുപാടിടത്ത് സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ട്രേഡിംഗ് ഇൻ ദ സോൺ പലരും സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, അപ്പോൾ പലരും വായിച്ചിട്ടുണ്ടാകും. പക്ഷേ ബെസ്റ്റ് ലൂസർ വിൻസ് എന്നുള്ള ബുക്ക് പലരും വായിച്ചിട്ടുണ്ടാവില്ല. അത് ഒരു റിയൽ ഐ ഓപ്പണറാണ്. നമ്മുടെ ട്രേഡിങ്ങിലൊരു റിയൽ ഐ ഓപ്പണർ, പലരുടെയും ട്രേഡിംഗ് ലൈഫ് തന്നെ ചേഞ്ച് ആക്കിയിട്ടുള്ള ബുക്കാണ് ബെസ്റ്റ് ലൂസർ വിൻസ് എന്നുള്ള ടോം ഹുവാർഡിൻ്റെ ബുക്ക്. ഓക്കെ. അപ്പം റീഡിംഗ് ഒരു പരിധിവരെ സ്റ്റോക്ക് മാർക്കറ്റിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടറാണ് അല്ലേ? അതെ അതെ, ശരിക്കും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കാണുന്ന പല ട്രേഡേഴ്സും അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ നമുക്ക് ആരെയും അധികം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്.
റിയൽ വേൾഡ് എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പല ട്രേഡേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് പല ട്രേഡിംഗ് കോൺഫറൻസ് പോകുന്നുണ്ട്. ഞാനിപ്പം ട്രേഡിംഗ് കോൺഫറൻസ് പോകുന്ന പരിപാടി നിർത്തിക്കളഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് കാണുന്ന പലതും ഫേക്ക് ആണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇതിന് പോകുന്നത് തന്നെ നിർത്തിക്കളഞ്ഞു. വളരെ ചുരുക്കം ട്രേഡേഴ്സ് ഉണ്ട് റിയൽ ആയിട്ട് പ്രോഫിറ്റ്, വെരിഫൈഡ് പ്രോഫിറ്റ് ഷെയർ ചെയ്ത് ഇയർലി അല്ലെങ്കിൽ ലോങ് ടേം പ്രോഫിറ്റ് ഒക്കെ ഷെയർ ചെയ്യുന്ന വളരെ ചുരുക്കം പേരുണ്ട്. അതല്ലാതെ പലരും ഫേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പല ട്രേഡിംഗ് കോൺഫറൻസിനും അല്ലെങ്കിൽ പ്രോഗ്രാമിൽ പോകാത്തത്. അപ്പോൾ ഈ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ റീഡിങ് തന്നെയാണ്. അപ്പോൾ റീഡിങ്ങിൽ പല നല്ല ട്രേഡേഴ്സും, അതായത് ഇപ്പോൾ മാർക്കറ്റ് വിസർഡ് സീരീസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വിസർഡ് സീരീസിലെ എല്ലാം റിനൗണ്ട് ട്രേഡേഴ്സാണ്. അതായത് അവരുടെ ട്രേഡിംഗ് റെക്കോർഡ്സ്, ട്രേഡിംഗ് സംഭവങ്ങളെല്ലാം വെരിഫൈഡ് ആണ്. അവർ പബ്ലിക്കിന് ജനറേറ്റ് ചെയ്ത് കൊടുത്ത വെൽത്ത് ബേസ് ചെയ്തിട്ടാണ് ഈ ട്രേഡേഴ്സിനെ പിക്ക് ചെയ്തിരിക്കുന്നത്. ലെജൻഡറി ട്രേഡേഴ്സ്, ഇപ്പം റിച്ചർഡ് ഡെനീസ് അല്ലെങ്കിൽ പോൾ ട്യൂട്ടർ ജോൺസ്, അങ്ങനെ ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്. ഇവരെല്ലാം പിക്ക് ചെയ്തിരിക്കുന്നത് ഇത് ബേസ്ഡാണ്. അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് ഫസ്റ്റ് ഹാൻഡ് കേട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് ആ റീഡിങ്ങിലൂടെ, അല്ലെങ്കിൽ ഓഡിയോ ബുക്കിൽ അല്ലെങ്കിൽ പേപ്പർ ബുക്കിൽ നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ തോട്ട് പ്രോസസ്സ്, അവരെങ്ങനെ മാർക്കറ്റിനെ കാണുന്നു, അവരെന്ത് രീതിയിലാണ് അവർ റിസ്ക് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ബുക്കുകളിൽ നിന്നാണ്. അപ്പോൾ അത് ആ റീഡിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം പൊതുവേ നമുക്ക് ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലി സപ്പോർട്ട് അങ്ങനെ കുഴപ്പമില്ല. കാര്യം വെച്ചാൽ ഐ ടേക്ക് കെയർ ഓഫ് ദ ഫാമിലി. പിന്നെ ട്രേഡിങ്ങിൽ പൈസ വന്നു കഴിഞ്ഞപ്പോൾ വൈഫിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് വന്നു കഴിഞ്ഞപ്പോഴും ആ പേടി ഇപ്പോഴും ഉണ്ട്. ട്രേഡിങ് ഒരു അൺസർട്ടൺ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ആ പേടി ഇപ്പോഴും ഉണ്ട് അവർക്ക്. അതെങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? വേറെ ബിസിനസ്സുകൾ അല്ലെങ്കിൽ വേറെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയാണോ, അതോ? തൽക്കാലം അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ഇപ്പോഴും ഞാൻ ട്രേഡിങ്ങിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ ഇൻകം എല്ലാം ട്രേഡിംഗ് ചെയ്യുന്നതാണ്. വൈഫ് എപ്പോഴെങ്കിലും ട്രേഡിംഗ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്? ഇല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, അത് പറ്റുന്ന ആൾക്കാരും പറ്റാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ വൈഫ് അങ്ങനെ ട്രേഡിങ് പറ്റുന്ന ഒരു റിസ്ക് ആപ്പിറ്റേറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും പ്രശ്നം ചെയ്തില്ല. മക്കളുടെ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ, മക്കളുടെ കാര്യങ്ങൾ മൂത്തയാളിപ്പം ബിടെക് ഫൈനൽ ഇയർ ആണ്, AI ആണ്. അപ്പോൾ ആൾക്ക് അത് തന്നെയാണ് താല്പര്യം. രണ്ടാമത്തെ ആള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവന് ഗെയിമിങ്ങിലാണ് താല്പര്യം. അപ്പോൾ ഗെയിമിങ്ങിൽ താല്പര്യമുള്ളവർ ഇവഞ്ചലി ചിലപ്പോൾ ട്രേഡ് ചെയ്യാറുണ്ട്. ഗെയിമറാണ്, അത്യാവശ്യം ടൂർണമെന്റുകളൊക്കെ പോകുന്നു. അവര് നാളെ പറയാണ് ഞങ്ങൾ ട്രേഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു കൊടുക്കും. അല്ലേ? അവരുടെ ഇൻട്രസ്റ്റ് എന്താണോ അത്. അവർക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ട്രേഡിങ് പഠിപ്പിച്ചു കൊടുക്കും. ട്രേഡ് ചെയ്യണ്ടെങ്കിൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്കത് ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഞാൻ ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആയതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ട്രേഡിംഗ് ആണ് ഇഷ്ടം. അപ്പോൾ ഞാൻ സാറ്റർഡേ സൺഡേ എനിക്ക് ബോറിംഗ് ആണ്. മൺഡേ മോർണിംഗ് മാർക്കറ്റ് ഓപ്പൺ ആകാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഫഷനിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്കത് സക്സസ്ഫുൾ ആയേ തീരൂ. സാറ്റർഡേ സൺഡേ ക്രിപ്റ്റോ മാർക്കറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ ചെയ്യാറില്ല. ക്രിപ്റ്റോ ചെയ്യാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണം വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് ക്രിപ്റ്റോ എൻകറേജ് ചെയ്യുന്നേ ഇല്ല. അതിന്റെ റൂൾസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ആണ്. പിന്നെ പല കാര്യത്തിലും ആംബിഗ്യൂറ്റി ഉണ്ട്. പിന്നെ നമ്മൾ അതിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ തന്നെ ചിലപ്പം കുറച്ച് കഴിയുമ്പോഴേക്കും അവർ റെട്രോസ്പെക്റ്റീവ്ലി ചിലപ്പോൾ വല്ല ലോയും കൊണ്ടുവന്നിട്ട് പറയും ഓക്കെ ഇത് ഇങ്ങനെയാണെന്ന് പറയും. നമ്മൾ ചിലപ്പോൾ ട്രാപ്പ് ആയി പോകും. അപ്പം അതുകൊണ്ട് ക്രിപ്റ്റോ ഞാൻ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ വർഷങ്ങൾ മുന്നേ, 2018, 19, 20 ആ ടൈമിലേക്കായിരുന്നു. പക്ഷെ അതിനുശേഷം ഇവർ ഈ ലോ ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ഞാനത് വിഡ്രോ ചെയ്തെടുത്തു. ഇപ്പോഴാണെങ്കിൽ ക്രിപ്റ്റോയിൽ പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പലരും പുറത്ത് പോയിട്ടൊക്കെ അത് റിഡീം ചെയ്തിട്ട് പോലും അവരെ ട്രാക്ക് ചെയ്ത് പിടിച്ച് അവരെ കൊണ്ട് ടാക്സും സംഭവങ്ങളൊക്കെ അടപ്പിക്കുന്നത്. ഇപ്പോൾ ക്രിപ്റ്റോയുടെ ടാക്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രോഫിറ്റ് 30%. അപ്പോൾ അത് നമ്മൾ നോർമലി ഇൻകം കൂടുതലാണെങ്കിൽ 30% ബ്രാക്കറ്റിൽ തന്നെ വരും, അത് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ലോസ് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ട്രേഡിങ്ങിലാണെങ്കിൽ നമ്മൾ 10 ട്രേഡ് എടുത്തു, 8 ട്രേഡ് ലോസ്, 2 ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മുടെ ചിലപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. നെറ്റ് പ്രോഫിറ്റ് ചിലപ്പം 1 lakh rupees ഉള്ള ചിലപ്പോൾ 10,000 ആയിരിക്കും നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ക്രിപ്റ്റോയിൽ എന്താണെന്ന് വെച്ചാൽ ചിലപ്പം നമ്മൾ 10 ട്രേഡ് എടുത്തു, 10 ട്രേഡിൽ ചിലപ്പോൾ 5 ട്രേഡ് ലോസ് വന്നു. ആ ലോസ് വന്ന് എല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 50,000 ഉണ്ട്. പിന്നെ 5 ട്രേഡ് പ്രോഫിറ്റായി, ആ പ്രോഫിറ്റ് വന്ന് എല്ലാം കൂടെ ഒരു 60,000 ഉണ്ട്. നോർമൽ കേസ് നമ്മൾ 10,000 ടാക്സ് അടച്ചാൽ മതി. ക്രിപ്റ്റോയിൽ എന്താണെന്ന് വെച്ചാൽ ക്രിപ്റ്റോയിൽ നമ്മൾ 60,000 ടാക്സ് അടയ്ക്കണം. അപ്പോഴേക്കും അത് ഒരിക്കലും പോസിബിൾ അല്ല. ഇപ്പം മാർക്കറ്റിൽ എപ്പോഴും ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം മാർക്കറ്റ് ഒരു വർഷം എന്ന് പറയുന്നത് ഒരുപാട് സൈക്കിളിലൂടെയാണല്ലോ മാർക്കറ്റ് കടന്നു പോകുന്നത്.
അപ്പോൾ ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ഒരു 6-7 മാസം കൊണ്ട് വാറിൻ്റെ സിറ്റുവേഷൻസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ, അതായത് ബൈയിങ് ആണെങ്കിലും സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിലും ഡെറിവേറ്റീവ്സിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതെ. അപ്പോൾ ആ ഒരു ടൈം എങ്ങനെയാണ് ഓവർകം ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ചെയ്തത്? വാറിൻ്റെ ടൈമിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ഗ്യാപ്പും കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനിടയ്ക്ക് കഴിഞ്ഞ ഡിസംബർ തൊട്ട് US മാർക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ. അപ്പോൾ UAE റെസിഡൻസി എടുത്തിട്ട് US മാർക്കറ്റിൽ ഓപ്ഷൻസ് ട്രേഡിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ വാറിന് മുന്നേ ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. വാർ സ്റ്റാർട്ട് ചെയ്തപ്പോഴും കുഴപ്പമില്ല. വാറൊരു 2-3 വീക്സ് ആയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ട്രംപ് മാനിപ്പുലേഷൻ തുടങ്ങി. അപ്പോൾ ട്രംപ് വന്ന് ഒരു കാര്യം പറയും, അപ്പോഴേക്കും മാർക്കറ്റ് അത് റിയാക്ട് ചെയ്യും. ഇറാൻ വേറൊരു കാര്യം പറയും, മാർക്കറ്റ് അതിന് റിയാക്ട് ചെയ്യും. അപ്പോൾ ഈ ന്യൂസ് ബേസ് റിയാക്ഷൻ ഭയങ്കര കൂടുതലായി. അത് പല സമയത്തും പല ആൾക്കാരും ഇൻസൈഡേഴ്സ് ട്രേഡ് എടുക്കുന്നത് പോലും പല മീഡിയയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാനിപ്പുലേഷൻ വന്നപ്പോൾ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ട്രേഡ് ചെയ്യാനേ പറ്റാത്ത രീതിയിലായി. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ആ ഒരു സംഭവം ഇമ്പാക്ട് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ വേറെ രീതിയിലുള്ള മാനിപ്പുലേഷൻസ് ഒരുപാടുണ്ട്. നമ്മുടെ മാർക്കറ്റിലുള്ള മാനിപ്പുലേഷൻസ് അവിടെ ഞാൻ അധികം കണ്ടിട്ടില്ല, പക്ഷേ അവിടെയുള്ള മാനിപ്പുലേഷൻസ് ഇവിടെയും കണ്ടിട്ടില്ല. അത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് സംഭവങ്ങളാണ്. അപ്പോൾ ഈ വാറ് അങ്ങനെയുള്ള ന്യൂസ് ടൈമിൽ മാക്സിമം ഒഴിവായി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് ട്രേഡിങ്ങിൽ നിന്ന്. കാര്യം എന്ന് വെച്ചാൽ നമ്മളായിരിക്കും ന്യൂസ് അറിയുന്ന അവസാനത്തെ ആൾ. ഇപ്പോൾ ന്യൂസ് ചിലപ്പോൾ മീഡിയയിൽ വരുമ്പം ചിലപ്പോൾ ആ സെക്കൻഡിൽ നമ്മൾ അറിയുമായിരിക്കും. ഇപ്പോൾ ഞാൻ കുറേ ട്വിറ്ററിലും അവിടെ ഇടയ്ക്കായിട്ട് കുറേ ഫോളോ ചെയ്തിട്ട്, ഇപ്പം ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കി അതെല്ലാം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രംപ് ഒരു സംഭവം ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ എനിക്ക് അറിയാൻ പറ്റും. ഞാനതൊരു പേജിൽ തന്നെ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്, ട്രംപിൻ്റെ പേജ്. പക്ഷെ അപ്പോഴേക്കും മൂവ് കഴിഞ്ഞിരിക്കും. നമുക്കൊരു ട്രേഡ് എടുക്കാനോ അല്ലെങ്കിൽ ആ പോസ്റ്റ് വായിച്ച് നോക്കാനോ പോലും പറ്റില്ല. അപ്പോൾ അതിൽ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് വരുന്ന ചിലപ്പോൾ 1-2 സെക്കൻഡ് ഡിലേ ഉണ്ടാവും. നെറ്റിൻ്റെ ഇത്രയും ഇൻ്റർനെറ്റിൻ്റെ മൈക്രോ സെക്കൻഡ് ഡിലേയും ഇത്രയും ഡിസ്റ്റൻസ് വെച്ചിട്ട്. എന്തുകൊണ്ടാണ് US മാർക്കറ്റിലോട്ട് പോകാനുള്ള ഒരു റീസൺ? നമ്മുടെ മാർക്കറ്റ് ഓപ്ഷൻസ് ട്രേഡിങ്ങിന് ഒരുപാട് റെഗുലേഷൻസും STT കൂട്ടി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരികയല്ലേ. അപ്പോൾ അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ ഡെയിലി എക്സ്പയറി ഉണ്ട്. ഇന്ന് മാനുവൽ ട്രേഡിങ് മാറിയിട്ട് മെജോറിറ്റി ഓഫ് ആൾക്കാരും AI അല്ലാന്നുണ്ടെങ്കിൽ അൽഗോ കൈൻഡ് ഓഫ് ട്രേഡിങ്ങിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് കാണാറുണ്ട്. അപ്പം കൂടുതൽ അൽഗോ ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? ആൽഗോ റിലേറ്റഡ് വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ട്രംപിൻ്റെ ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോസ്റ്റ് വായിക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു 30 സെക്കൻഡ്സ് എങ്കിലും വേണ്ടി വരും ചിലപ്പോൾ ആ പോസ്റ്റ് വായിക്കാൻ. എന്നിട്ടൊരു ഡിസിഷൻ എടുത്തിട്ട് ഒരു ട്രേഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ 1 മിനിറ്റ് ഒക്കെ എടുക്കും നമ്മൾ ട്രേഡ് എടുക്കാൻ. പക്ഷേ ട്രംപ് പോസ്റ്റ് ചെയ്യുന്ന സെക്കൻഡിൽ തന്നെ ആ പോസ്റ്റ് അനലൈസ് ചെയ്ത് അതനുസരിച്ച് ട്രേഡ് എടുക്കാനുള്ള ആൽഗോസ് ഉണ്ടാവും ഓൾറെഡി. അപ്പോൾ ആൽഗോസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഈ കോ ലൊക്കേഷൻ ആയിരിക്കും, അതായത് ഈ എക്സ്ചേഞ്ചിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിരിക്കും. ഇപ്പോൾ ന്യൂയോർക്കിലാണെങ്കിൽ വാൾ സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിരിക്കും ഇവർ സെർവർ എടുത്തിട്ട് ഈ ബോട്ടിനെയൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ട്രംപിൻ്റെ പോസ്റ്റ് വരുന്ന ടൈമിൽ തന്നെ ഈ ബോട്ട് AIs ഒക്കെ പോസ്റ്റ് അനലൈസ് ചെയ്ത് ട്രേഡ് എടുത്തിരിക്കും. അതും കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത് ന്യൂസ് എത്തുന്നത്. നോർമൽ ഡിലേ, അതായത് മാനിപ്പുലേഷൻ ഒന്നും ഇല്ലെങ്കിൽ നോർമൽ ഇൻ്റർനെറ്റിൻ്റെ ഡിലേ വരുമ്പോൾ തന്നെ കുറേ മില്ലി സെക്കൻഡ്സ് ഉണ്ട്. പക്ഷേ റിയൽ വേൾഡിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഏകദേശം 1 സെക്കൻഡിൽ കൂടുതൽ ഡിലേ വരാറുണ്ട് US മാർക്കറ്റിൻ്റെ ഡേറ്റ നമ്മുടെ അടുത്ത് വരുമ്പോഴേക്കും. ഞാനും ഈ റീസെൻ്റ് ആയിട്ട് ഒരു ഇൻട്രാക്റ്റീവ് ബ്രോക്കർ എന്നൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഡിലേ ഫീൽ ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് ആൽഗോയുടെ ഇമ്പാക്റ്റ്. പിന്നെ നമ്മൾ ആൽഗോ ട്രേഡ് ചെയ്യുന്നത് അവിടെ വേറൊരു വലിയ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ മുമ്പ് ഈ ട്രെയിനിങ് വെച്ചിട്ട് ആൾക്കാർ പൈസ ഉണ്ടാക്കിയ പോലെ ഇപ്പോൾ പുതിയ സംഭവമാണ് ആൽഗോ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നത്. അതായത് ആൽഗോ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കുന്ന. അപ്പോൾ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് കാണാം, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഞങ്ങൾ ആൽഗോസ് പ്രൊവൈഡ് ചെയ്യും, ആൽഗോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം, ഇത് നേരെ പൈസ ഇട്ടാൽ മതി, ഇത് സിസ്റ്റം ട്രേഡ് എടുക്കും, എക്സിക്യൂട്ട് ചെയ്യും, അത് സെല് ചെയ്യും, ബൈ ചെയ്യും, ഇതെല്ലാം ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഇഷ്ടംപോലെ കാണാറുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വാങ്ങിക്കുമ്പോഴേക്കും ഇതുണ്ടാക്കിയ ആൾക്ക് നമ്മൾ പൈസ കൊടുക്കും, അതാണ് അവരുടെ റവന്യൂ, അല്ലാതെ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നില്ല. ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കർവ് ഫിറ്റ് ചെയ്യും, ഇത് ഡേറ്റയ്ക്ക് അതനുസരിച്ചുള്ള പീരീഡിലൊക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്യും. ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ചിലപ്പോൾ പൈസ ഉണ്ടാകും, ചിലപ്പോൾ ഇത് സക്സസ്ഫുൾ ആയിട്ടൊരു സ്ട്രാറ്റജി ആയിരിക്കും. പക്ഷേ ഇതൊന്നും ലോങ് ലാസ്റ്റിംഗ് അല്ല. ആൽഗോ വെച്ചിട്ടുള്ള ഏത് സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാലും ഇത് ലോങ് ലാസ്റ്റ് മീൻസ് ഇൻട്രാഡേ ട്രേഡിലൊക്കെ ഉള്ള സ്ട്രാറ്റജീസ് മാർക്കറ്റ് സൈക്കിൾ മാറിക്കൊണ്ടിരിക്കും, മാർക്കറ്റ് ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും. നമ്മളൊരു സിസ്റ്റം ഒരാളോട്, ആൽഗോ സിസ്റ്റം ഒരാളോട് വാങ്ങി നമ്മളതിൽ പൈസ ഡിപ്ലോയ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഉണ്ടാക്കും, അത് കഴിയുമ്പോഴത്തേക്ക് ഇത് ചേഞ്ച് ആയിപ്പോകും, പിന്നെ അത് വർക്കായേ ഇല്ലെന്ന് വരും. ചിലപ്പോൾ സെയിം സ്ട്രാറ്റജി ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോൾ വർക്ക് ചെയ്യും. അപ്പോൾ ശരിക്കുള്ള ആൽഗോസ് നല്ല പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റംസും പവർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ജെയിൻ സ്ട്രീറ്റിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടു,
അവരുടെ സിസ്റ്റംസ് ഇരിക്കുന്ന ഒരു റൂം, ഒരു വലിയൊരു റൂം നിറച്ച് അവരുടെ സിസ്റ്റം, അതിൻ്റെ കൂളിങ്ങിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റങ്ങൾ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കൂളിംഗ് സിസ്റ്റം തന്നെ ഇൻസ്റ്റാൾ ചെയ്ത്, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോയത്, പക്ഷെ അത്രയ്ക്ക് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള സിസ്റ്റംസാണ് അവർ യൂസ് ചെയ്യുന്നത്. അവർ യൂസ് ചെയ്യുമ്പോൾ അതിൽ സെൽഫ് ലേണിംഗ് ഉണ്ടാവും, സെൽഫ് ഇവോൾവിങ് ഉണ്ടാവും, പിന്നെ എവിടേക്ക് എന്തൊക്കെ ന്യൂസ് വന്നു കഴിഞ്ഞാലും അതെല്ലാം ഡൈജസ്റ്റ് ആയിട്ട് അതനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ട്രേഡ് ചെയ്യുന്ന സംഭവങ്ങളുണ്ടാവും. വേറെ ആളുകളുടെ ട്രേഡ് ഓർഡേഴ്സ്, വലിയ ബൾക്ക് ഓർഡേഴ്സ്, ഇതൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു സിസ്റ്റം ആയിരിക്കും അവരൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ സിസ്റ്റമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്ര കോംപ്രിഹെൻസീവ്, ഇത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം വെക്കുമ്പോൾ നമ്മളൊരു ട്രേഡ് ഒരു ആൽഗോ വെച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൽഗോസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരിക്കലും കൺസിസ്റ്റൻ്റ് ആയിട്ട് സക്സസ് ഉണ്ടാക്കാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. പക്ഷേ ഇപ്പോഴും ആൾക്കാർ സക്സസ്ഫുൾ ആയിട്ട് ആൽഗോ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ മോണിറ്റർ ചെയ്ത് സിറ്റുവേഷൻസ് അനുസരിച്ച് ഇവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അവർ നല്ല ട്രേഡേഴ്സ് ആയിരിക്കും, ഓൾറെഡി നല്ല ട്രേഡേഴ്സ് ആയിരിക്കും. അവർ ആൽഗോ യൂസ് ചെയ്തിട്ട് അത് എൻഹാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് ചേഞ്ച് ആകുന്നതിനനുസരിച്ച് ഇവരത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് നല്ലതാണ്. അല്ലാതെ ഒന്നും അറിയത്തില്ലാത്ത ഒരാൾക്ക് ഒരു ആൽഗോ വിലക്ക് എടുത്ത് മേടിച്ചിട്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു ആൽഗോ വിൽക്കുന്നത് മേടിച്ചിട്ട് അതിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ 100% ഷുവറാണ് അത് പൈസ ഉണ്ടാകാൻ പോകുന്നില്ല. 100%, ഞാൻ 99 അല്ല, 100% ഷുവറാണ് അത് പൈസ ഉണ്ടാകാൻ പോകുന്നില്ല. അതിലൊന്നും ചെന്ന് പെടരുത്. പക്ഷെ ഒരുപാട് ആൾക്കാർ പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞ നമ്മുടെ അടുത്ത് വിളിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാർ നഷ്ടങ്ങളുടെ കഥയാണ് പറയുന്നത്. 50 ലക്ഷം, 2 കോടി, 1 കോടി എന്ന് പറയുന്ന ഇഷ്ടം പോലെ പൈസ നഷ്ടപ്പെടുന്നു. അപ്പൊ അവിടെ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഈ പൈസ കൊണ്ട് കളയുന്നത്. പക്ഷെ അവർ പുറത്ത് പറയുന്നില്ല പൈസ പോകുന്നു. ഇതിലൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിൽ നടക്കുന്നുണ്ട്. ഒന്ന്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഫേമസ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രൊഫൈൽ വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് പൈസ റിക്വസ്റ്റ് ചെയ്യും. ഇപ്പം എന്നെ തന്നെ ഇടയ്ക്ക് പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട്, ഞാനിങ്ങനെ ആഡ് കണ്ടു, അപ്പോൾ എൻ്റെ പേര് വെച്ചിട്ടാണ്, എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ്, അപ്പോൾ അതിൽ ഞാനാണെന്ന് ചോദിച്ചു, അതേന്ന് പറഞ്ഞു. ഷിജുമോൻ ആൻ്റണി ആണോ എന്ന് ചോദിച്ചു, അതേന്ന് പറഞ്ഞു. എന്നിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര റിട്ടേൺ തരും എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പൈസ ഇട്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവർ എങ്ങനെയൊക്കെയോ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ചതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ടെലിഗ്രാമിലും ട്വിറ്ററിലൊക്കെ പലതവണ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, വേറെ പെയ്ഡ് സർവീസ് ഒന്നുമില്ല, ഫണ്ട് മാനേജ്മെൻറ്റ് ഒന്നുമില്ല, ഇങ്ങനെ പൈസ കൊടുക്കരുത് ഞാൻ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഒരുപാട് ആൾക്കാർ അതിൽ പെട്ടുപോകുന്നുണ്ട്. അതുപോലെ മറ്റു പല ട്രേഡേഴ്സ്, PR സുന്ദരായിരിക്കും, ഷാരിഖ് ഷംസുദ്ദീനാവും, അങ്ങനെ ഒരുപാട് ട്രേഡേഴ്സിൻ്റെ പ്രൊഫൈൽ പിക്ചറൊക്കെ വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ പൈസ കിട്ടുന്നുണ്ട്. അതൊന്ന്. 2, ഈ ആൽഗോ വെച്ചിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കും. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് മിക്ക ആൾക്കാർ, ഒന്നുകിൽ ടെലിഗ്രാം ഗ്രൂപ്പ് ആയിരിക്കും, വാട്സാപ്പ് ഗ്രൂപ്പ് ആവും. പല സ്ഥലത്തു നിന്ന് ആൾക്കാരെ ഇതിലേക്ക് ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ തന്നെ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവർ തന്നെ കുറേ പേരുണ്ടാവും. അവർ ഗ്രൂപ്പ് മെമ്പേഴ്സായിട്ട് ആക്ട് ചെയ്തിട്ട് ഇവർ ഫേക്ക് സ്ക്രീൻഷോട്ട് കിട്ടും. ഞാൻ 10,000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്താണ്, എനിക്ക് ഇന്നലെ 5,000 പേ ഔട്ട് കിട്ടി, കഴിഞ്ഞ ആഴ്ച 3,000 കിട്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് ഇടും. അടുത്ത ആളിപ്പോൾ വന്നിട്ട് ഇടും, ഞാൻ കഴിഞ്ഞ ദിവസം 1 lakh ഇട്ടതാണ്, ഇപ്പോൾ എനിക്ക് 7 തവണ പേ ഔട്ട് കിട്ടി, എന്നിട്ട് സ്ക്രീൻഷോട്ടൊക്കെ ഇടും, ഇന്നത്തെ പേ ഔട്ട് ഇതാണ്. എന്നിട്ട് അടുത്ത ആളിടും, എനിക്കിപ്പോൾ ജോയിൻ ചെയ്യണം, ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്കാണ് പൈസ ഇടേണ്ടത്, അപ്പോൾ അവർ പറയും. എന്നിട്ട് ഇയാൾ പൈസ ഇട്ട് അത് സ്ക്രീൻഷോട്ട് ഇടും, ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, പുതുതായിട്ട് ചേർന്നതാണ്. അങ്ങനെ എന്നിട്ട് പിറ്റേ ദിവസം ഇയാൾ പറയും, എനിക്ക് 3,000 പേ ഔട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സക്സസ് സ്റ്റോറീസ് മാത്രം ഇവരുടെ ആൾക്കാർ തന്നെ ഇടും. ഇപ്പം ഈ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പല ആൾക്കാർക്കും മനസ്സിലാവില്ല ഇത് ഇവരുടെ ആൾക്കാർ സ്റ്റേ ചെയ്യുന്ന സംഭവമാണെന്ന്. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും ഓർക്കും, ഇതിൽ എല്ലാവരും പൈസ ഉണ്ടാക്കാനുള്ള, ഞാൻ മാത്രം മിസ് ഔട്ട് ആകാണല്ലോ എന്ന് ഓർത്തിട്ട് ഇവർ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരിക്കലിട്ട് കഴിഞ്ഞാൽ ഒരര കിട്ടിയ പോലെയാണ്. പല കാരണങ്ങളും പറഞ്ഞ് പല രീതിയിൽ ഇവർ വീണ്ടും പൈസ അടിക്കും. ചിലപ്പോൾ പേ ഔട്ട് തന്നെ കൊടുക്കും. ചിലപ്പോൾ 10,000 ഇടുന്ന ആൾക്ക് 5,000 ചിലപ്പോൾ ആദ്യത്തെ 2 ദിവസം കഴിയുമ്പോൾ പേ ഔട്ട് തന്നെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവനെ കൊണ്ട് 50,000 ഇടിക്കും, അല്ലെങ്കിൽ 1 lakh ഇടിക്കും. അങ്ങനെ പല 4 lakh 5 lakh ഇട്ട് ആൾക്കാരൊക്കെ ആ പൈസ മൊത്തം പോയ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കോടികൾ പോയ ആൾക്കാർ വരെയും കാണാറുണ്ട്. ഞാനും റീസെന്റ് കണ്ടു ഒരു അത്യാവശ്യം നല്ല കോടികൾ പോയ ഒരാളെ. അതായത് 2008 എന്തോ ആണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ നമ്മുടെ കയ്യിലിരിക്കണം. അത് വേറൊരാൾക്ക് ട്രേഡ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള PMS മ്യൂച്വൽ ഫണ്ട്, അങ്ങനെ സെബി റെഗുലേറ്റഡ് എന്നുള്ളത് വാക്കും വൈഡ്ലി മിസ്യൂസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് സെബി റെഗുലേറ്റഡ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഏതെങ്കിലും ഫണ്ട്, മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ആ സംഭവങ്ങൾക്ക് ETF മ്യൂച്വൽ ഫണ്ട് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളിൽ മാത്രം ഒന്നുകിൽ പൈസ ഇടുക. അതല്ലെങ്കിൽ പൈസ പോയാലും കിട്ടിയാലും സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുക. ഒന്നല്ലെങ്കിൽ പൈസ പോയി കഴിഞ്ഞാൽ ആ എക്സ്പീരിയൻസ് എങ്കിലും കിട്ടും.
ആ ഒരു നോളജ് എങ്കിലും കിട്ടും. ഓക്കെ പക്ഷേ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യനെയും പൈസ ഏൽപ്പിക്കരുത്, ഒരു മനുഷ്യനെ. ഓക്കെ മനസ്സിലായി. അത് ഫാമിലിയിലുള്ളതാകും, ഫ്രണ്ട് സർക്കിളിലുള്ളതാകും, അറിയത്തില്ലാത്ത ആൾക്കാരാകാം, സെബി ലൈസൻസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരാകും, അവർക്കൊന്നും കൊടുക്കരുത്. ഒന്നെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇടുക. ഓക്കെ ഇനിയിപ്പോൾ PMS ഇടുവാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് അന്വേഷിച്ചിട്ട് സെബി റെഗുലേറ്റഡ്. പക്ഷെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ആംഫി ഡിസ്ട്രിബ്യൂട്ടർ കൂടിയാണ്. അസെത്താത്ത വെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പാരലൽ കമ്പനി ഉണ്ട്. അപ്പം മ്യൂച്വൽ ഫണ്ടിലൊക്കെ റിട്ടേൺസ് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ റിട്ടേൺ. അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അതായത് ഇപ്പം കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. എന്ന് വെച്ചാൽ മാർക്കറ്റ് തന്നെ വീക്കാണ്. മാർക്കറ്റ് ഭയങ്കര നന്നായിട്ട് ഇരിക്കുന്ന ടൈമിൽ നല്ല റിട്ടേൺ കിട്ടും. ഓൺ ആൻ ആവറേജ് അത്യാവശ്യം നല്ല റിട്ടേൺ കിട്ടും. അതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ റിട്ടേൺ. അത്ര എക്സ്പെക്ട് ചെയ്യാവുള്ളൂ. അതാണ്. അതല്ലെങ്കിൽ അതിൽ കൂടുതൽ റിട്ടേൺ വേണമെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് നല്ല സ്റ്റോക്ക് കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് ട്രേഡിങ്ങിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ പേഴ്സണലി ഏതെങ്കിലും ഒരു മെന്റർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഇല്ലല്ലേ. സ്വന്തം മെന്റർ. അതെ. എന്നുവെച്ചാൽ എനിക്ക് മെൻറ്ററെ വേണ്ട സമയത്ത് എനിക്ക് മെൻറ്റർ ഇല്ലായിരുന്നു. ഓക്കെ ആ സമയത്ത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് എനിക്ക് അറിയില്ലായിരുന്നു, അങ്ങനെയുള്ള ആരും അറിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് വിസാർഡ്സ് ഒക്കെയാണ് കൂടുതലും. ആ ബുക്കുകൾ ഞാൻ റിപ്പീറ്റഡ്ലി വായിക്കുമായിരുന്നു. മാർക്കറ്റ് ബിസിനസ് സീരീസിലെ എല്ലാ ബുക്കും ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെയായിരുന്നു എൻ്റെ മെൻറ്റേഴ്സ്. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ ആ ബുക്ക് വായിക്കാറുണ്ട്. അവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ അവരുടെയൊക്കെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴും മെൻറ്റേഴ്സ്. പിന്നെ സെൽഫ് മെൻറ്ററിങ്, അത് എൻ്റെ മിസ്റ്റേക്കിൽ നിന്ന് തന്നെ ജേർണൽ ചെയ്ത് പഴയത് പോയി വായിച്ച് നോക്കുക, പുതിയത് നോക്കുക, പഴയ ചാർട്ട്സ് നോക്കുക. ഡൗ ജോൺസിൻ്റെ ഒക്കെ US മാർക്കറ്റിൻ്റെ സ്റ്റോക്ക് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 100 ഇയേഴ്സിൻ്റെ ഒക്കെ ഹിസ്റ്ററി നോർമൽ ഡേ ക്യാനിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പോയിട്ട് ഇടയ്ക്ക് റിവ്യൂ ചെയ്യും. അപ്പോൾ മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിക്കാം എന്ന്. കഴിഞ്ഞ വർഷം ഞാനൊരു പോസ്റ്റ് ഇട്ടു ട്വിറ്ററിൽ. ഇട്ടതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ മാർക്കറ്റ് കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു. പക്ഷേ ആർക്കും ഇത് മനസ്സിലാവുന്നില്ല. എല്ലാവരും ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി ഇൻടാക്റ്റ് ആണ്, മാർക്കറ്റ് ഭയങ്കരമായിട്ട് റാലി വരും, ഇപ്പോൾ 30,000 എത്തും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഒരു വർഷം മുന്നേ. ഇപ്പോൾ ആൾക്കാർ പിന്നെയും ബിലീവ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഭയങ്കരമായിട്ട് ബുള്ളിഷ് ആയിട്ട്. കഴിഞ്ഞ ജൂണിലാണ് ഞാൻ ഇട്ടത്. മാർക്കറ്റ് ആ സമയത്ത് 25,500 എന്തോ കിടക്കുകയാണ്. ആ സമയത്ത് ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു, മാർക്കറ്റ് സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്. കുറേ റീസൺസ് ഞാൻ ലിസ്റ്റ് ചെയ്തു. അതായത് ഒന്ന് AI ജോബ് ലോസ്, പിന്നെ ഇൻഫ്ലേഷൻസ്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഞാൻ ഇട്ടു. എന്നിട്ട് ഇതൊക്കെ വെച്ചിട്ട് മാർക്കറ്റ് അത് തന്നെ നമ്മൾ ഒരുപാട് കാലമായി ബെയർ മാർക്കറ്റ് കണ്ടിട്ട് ഒരു ബെയർ മാർക്കറ്റ് ഡ്യൂ ആയി. അപ്പോൾ നെക്സ്റ്റ് 1 ഇയറിനുള്ളിൽ മാർക്കറ്റ് 18,000 പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. ഒരാൾക്കും അത് ഡൈജസ്റ്റ് ആവുന്നില്ല. 25,000 കിടക്കുന്ന മാർക്കറ്റ് 18,000 പോകുന്നത് ഇപ്പോഴും ആർക്ക് ആ ഒരു ലെവൽ ഞാനിപ്പോൾ പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർക്ക് ഡൈജസ്റ്റ് ആവില്ല. അടുത്തൊരു 1 ഇയറിൽ മാർക്കറ്റിനെ പറ്റി പറഞ്ഞാൽ അല്ല, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഈ 18,000 എന്ന് ഞാനന്ന് പറഞ്ഞിട്ട് ആർക്കും ഡൈജസ്റ്റ് ആവില്ല. പക്ഷേ ഈ 25,000 to 18,000 എന്ന് നോക്കി 30% പോലും ഇല്ല. ഒരു ബെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 20% ഡൗൺ ആകുമ്പോഴാണ് ബെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ആ ബെയർ മാർക്കറ്റ് ഒന്ന് വരുവാണെങ്കിൽ അതിൻ്റെ ഒരു ഫോഴ്സിൽ മാർക്കറ്റ് കുറച്ചുകൂടെ താഴേക്ക് പോകും. അപ്പോൾ തന്നെ അത് 25,000 നിന്ന് 18,000 ആയി, 26,000 നിന്ന് 18,000 ആയി. അതുപോലെ നമ്പർ ഓഫ് കറക്ഷൻസ് നമ്മൾ പാസ്റ്റിൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞൊരു 10 വർഷത്തിൽ അല്ലെങ്കിൽ 10-12 വർഷത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അതിൽ തന്നെ 2016 ബാങ്ക് നിഫ്റ്റിയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഈ 30-35% കറക്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് മാർക്കറ്റിൽ. അത് ഞാൻ പ്രഡിക്റ്റ് ചെയ്ത പോലെ വന്നില്ല. ചിലപ്പോൾ ഇനിയും വരാം. ഇനിയും 1-2 മാസം കൂടെ സമയമുണ്ട്. ആ 1-2 മാസത്തിനുള്ളിൽ ചിലപ്പോൾ ഇനിയും വരാം, എനിക്കറിയില്ല. ഇപ്പം നിൽക്കുന്ന ഒരു സപ്പോർട്ടൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആൾക്കാർക്ക് ഇത് ഡൈജസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ ഗ്രോത്ത്. പല ആൾക്കാരും ചിലപ്പോൾ പാനിക് സെൽ ചെയ്തിട്ട് പൈസ എടുത്തോടും, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് തിരിഞ്ഞു നോക്കില്ല. അങ്ങനെയൊക്കെ പറ്റും. ഇപ്പം എൻ്റെ ഒരു വ്യൂ മുന്നോട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഇൻഡിസിസീവ് ആണ്. എനിക്കിപ്പോഴും ഒരു ക്ലിയർ ആയിട്ടൊരു ഡയറക്ഷൻ വ്യൂ ഇല്ല. മാർക്കറ്റ് റാലി ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻസ് ഇപ്പോഴും ആയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ FIIs ഔട്ട്ഫ്ലോസ് ഒക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു ബുൾ മാർക്കറ്റ് ഇനി സ്റ്റാർട്ട് ചെയ്യാം അധികം താമസിക്കാതെ. പക്ഷേ അതിൻ്റെ ഒരു ട്രിഗർ വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അക്യുമുലേഷൻ നടക്കണം. ഇതുവരെ അതൊന്നും കണ്ടിട്ടില്ല. റീസെൻ്റ്ലി കണ്ടൊരു കാര്യമാണ്, ഈ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാൻ സ്പെസിഫൈ ചെയ്തൊരു ടൈമുണ്ട്. അത് ചോദിക്കാനുള്ള റീസൺ, ഇപ്പോൾ റീസെൻ്റായിട്ടൊരു പുള്ളിക്കാരത്തി സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കണമെന്ന് വന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു മാർക്കറ്റ് ഭയങ്കര താഴെയാണ്, ഇപ്പം മാർക്കറ്റ് പഠിക്കാൻ പറ്റിയ ടൈമല്ല. ആക്ച്വലി ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, മാർക്കറ്റ് താഴെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ലോയിൽ നിൽക്കുമ്പോൾ പഠിക്കുക, ഓപ്പർച്യൂണിറ്റി അപ്പോഴാണല്ലോ ഉള്ളത്. അപ്പോൾ ആ ഒരു ഇതിനെ പറ്റി മാർക്കറ്റ് പഠിക്കാൻ ഇന്ന ടൈമൊന്നുമില്ല. മാർക്കറ്റ് ഇപ്പോൾ അപ്പാണോ ഡൗൺ ആണോ അങ്ങനെയൊന്നുമില്ല. മാർക്കറ്റ് പഠിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനും ടൈമില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് ഇത്ര ഡൗൺ ആണെങ്കിലും പല സ്റ്റോക്കുകളും ഇപ്പോഴും നല്ല റിട്ടേൺ തരുന്ന സ്റ്റോക്കുകളുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 months
കഴിഞ്ഞ 5 വർഷത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഞാൻ ഉണ്ടാക്കിയത് കഴിഞ്ഞ 2 മാസമാണ്. അതെല്ലേ? സ്റ്റോക്കീന്ന് മാത്രം. ഓക്കെ. കാരണം ഞാൻ ഓപ്ഷൻ സെല്ലിങ്, ഓപ്ഷൻ ബൈയിങ് ഇങ്ങനെ പാരലലി നോക്കുന്ന ഒരാളാണ്. വാർ തുടങ്ങിയതിന് ശേഷം നമ്മുടെ കൺട്രോളിലല്ലാത്തത് കൊണ്ട് ഓപ്ഷൻസിലേക്ക് നോക്കാറേ ഇല്ല. അതുകൊണ്ടാണ് സ്റ്റോക്കിലേക്ക് നോക്കിയത്. അപ്പൊ കഴിഞ്ഞ 2 മാസം സ്റ്റോക്കുകൾ നല്ല അമേസിംഗ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഒരുപാട് സ്റ്റോക്ക്, ഡിഫൻസിലും നല്ല സ്റ്റോക്ക്. ന്യൂസ് വരുന്നതനുസരിച്ച് ആ ന്യൂസിന്റെ ഇമ്പാക്റ്റിൽ നിന്ന് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ ഫാർമ സെക്ടറൊക്കെ നല്ല രീതിയിൽ അപ്പായിരുന്നു. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മാർക്കറ്റ് അപ്പാണോ ഡൗൺ ആണോന്നൊന്നുമില്ല, ഏത് സമയത്തും പെർഫോം ചെയ്യുന്ന സ്റ്റോക്സ് ഉണ്ടാവും. അപ്പൊ ആ സ്റ്റോക്ക് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ പ്രോപ്പർ ബുൾ മാർക്കറ്റ് ആണെങ്കിൽ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ടാവും, പിന്നെ പെർഫോമൻസ് വളരെ നല്ലതായിരിക്കും. അങ്ങനത്തെ ഡിഫറൻസ് ഉണ്ട്. പഠിക്കാൻ അങ്ങനെ സ്പെസിഫൈ ചെയ്തൊരു ടൈം ഒന്നും ഇല്ല, പഠിക്കാൻ അങ്ങനെ സ്പെസിഫൈ ടൈം ഒന്നുമില്ല. നമുക്കെപ്പോഴാണോ സൗകര്യം, നമ്മളെപ്പോഴാണോ റിയലൈസ് ചെയ്യുന്ന ആ സമയത്താണ് പഠിക്കേണ്ടത്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഇതുവരെ അപ്രോച്ച് ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നേരത്തെ പറഞ്ഞത് തന്നെ, അതായത് ഓപ്ഷൻ ട്രേഡിംഗ് എന്നുള്ള സംഭവം മൈൻഡിൽ നിന്ന് മാറ്റി വെച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള സംഭവത്തിലേക്ക് വരിക. സ്റ്റോക്ക് മാർക്കറ്റ് നല്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുക. അതിൻ്റെ കൂടുതൽ ഓപ്ഷൻ എന്നുള്ളത് പഠിച്ചിട്ട് ഓപ്ഷൻസ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഗെയിൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. റിസ്ക് പ്രൊട്ടക്ട് ചെയ്യാനും റിസ്ക് റെഡ്യൂസ് ചെയ്യാനും റിവാർഡ് എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഓപ്ഷൻസിനെ യൂസ് ചെയ്യുക, അത്രമാത്രം. സാറ് ഭയങ്കര ലൈൻ ലിമിറ്റ് നിൽക്കാത്ത ഒരാളാണ്. കാരണം ഇപ്പം സാറിനെ അറിയാമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 5 വർഷം മുന്നേ ട്രേഡിങ്ങിലേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ സാറിനെ പറ്റിയിട്ട് ചിലപ്പോൾ അറിയത്തുള്ളൂ. കഴിഞ്ഞ 1 വർഷത്തെ മാർക്കറ്റിലേക്ക് വരുന്ന ആൾക്കാർക്ക് അറിയില്ല, കാരണം അധികം വീഡിയോസ് ചെയ്യാറില്ല, സോഷ്യൽ മീഡിയയിൽ എവിടെയും ഇതല്ല. നമ്മളൊക്കെ കണ്ടിന്യൂസ് ഫോളോ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് അറിയുന്നത്. അപ്പം പൊതുവേ സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന മിസ്റ്റേക്കുകൾ എന്താണ്? ഇപ്പോൾ സാറും ഓൾറെഡി ഒരു മെന്ററിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആൾക്കാർ വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്താണ്? മിസ്റ്റേക്ക് ഒന്ന് ഓവർ ട്രേഡിങ്, പിന്നെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ റിസ്ക് അറിയില്ല. എപ്പോഴും റിവാർഡിനെ പറ്റി മാത്രം ചിന്തിച്ചിട്ട് ട്രേഡ് ഭയങ്കര കൂടിയ എമൗണ്ടിൽ എടുക്കും. പിന്നെ ലോൺ എടുത്തും ഒക്കെ ആയിട്ട് ഭയങ്കര എക്സ്പെക്ടേഷനോടെ വരും. അതായത് ഭയങ്കര പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള മൈൻഡിലൂടെ വരും. അപ്പോൾ ആ പഠിക്കാനുള്ളൊരു ഗ്യാപ്പ് അവർ എടുക്കില്ല, അല്ലെങ്കിൽ അത്ര ഒരു ടൈം എടുക്കില്ല. അതാണ് ഞാനൊരു ഇതായിട്ട് കാണുന്നത്. പിന്നെ ഞാനധികം വീഡിയോ ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു, ആ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടിരുന്നു, ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയെന്ന് പറഞ്ഞു. പക്ഷേ അത് പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് ഓപ്ഷൻ ട്രേഡിംഗ് ആയിരുന്നു ഫോക്കസ് ചെയ്ത്, ഇൻ്റർവ്യൂവിലൊക്കെ ഫോക്കസ് ചെയ്തു. അപ്പോൾ ആ വീഡിയോസിലൊക്കെ ഇത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഇതിലേക്ക് വീണ്ടും ട്രൈ ചെയ്തു. അപ്പോൾ ഞാനൊരു കോഴിക്കോട് പ്രോഗ്രാമിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് എന്ന് പറഞ്ഞു, ഞാൻ ട്രേഡിങ് ഉപേക്ഷിക്കാൻ കരുതിയിരിക്കുകയായിരുന്നു, അപ്പോൾ പിന്നെ സാറിൻ്റെ വീഡിയോ കണ്ടു, അത് ഇൻസ്പിറേഷൻ ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നിട്ട് പ്രോഫിറ്റബിൾ ആയോ? ഇല്ല, ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു ഷോക്കായിരുന്നു. അതായത് ഇവർക്ക് ട്രേഡിങ് വർക്കാവില്ല എന്ന് കരുതി ഇവർ അത് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് വീണ്ടും ഇൻസ്പയർഡ് ആയിട്ട് തിരിച്ചു വന്നിട്ട് പ്രോഫിറ്റബിൾ ആകുമായിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ വീഡിയോയിൽ നിന്നും അവിടെ നിന്നൊക്കെ പഠിച്ചിട്ട് മീൻസ് പ്രോഫിറ്റബിൾ ആകുമായിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷെ അതിൽ ഒട്ടുമുക്കാലും ആൾക്കാരും പറഞ്ഞത് ഇതുവരെ പ്രോഫിറ്റബിൾ ആയിട്ടില്ല എന്നാണ്. അപ്പോൾ അത് ഒരു റോങ് മെസ്സേജ് അല്ലെങ്കിൽ റോങ് ഡയറക്ഷനിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ഒരു തോന്നലുണ്ടായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിൽ അധികം വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളാണ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നു. അതെല്ലാം പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ വരുവാണെങ്കിൽ ഞാൻ അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് റെപ്പറ്റേഷൻ ആവില്ലേ? ഇപ്പോൾ ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. ആ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളുമാണ്, പഠിക്കാനും എളുപ്പമാണ്. പക്ഷെ അത് എഫക്റ്റീവായിട്ട് ചെയ്യുന്നു, അത് അതിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്കൊന്നും ആൾക്കാർ അതാണ് ചെയ്യാത്തത്. കാരണം ഇന്നൊരു സ്ട്രാറ്റജി പഠിക്കുന്നു, അടുത്ത ദിവസം അടുത്തൊരു സ്ട്രാറ്റജി പഠിക്കുന്നു, കൺസിസ്റ്റൻസി ഫോളോ ചെയ്യുന്നില്ല, അത് ഫോക്കസ് ചെയ്യുന്നില്ല. റിപ്പീറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഭയങ്കര മടിയാണ്. ക്ലാസ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ഇത് ബോറിംഗ് ആണെങ്കിൽ അത് കേൾക്കുമ്പം ആണെങ്കിൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പം ജെൻസീസ് കാറ്റഗറിയിൽ ഇപ്പം ഞാൻ തന്നെ കമ്പനി റൺ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം, ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് നമ്മൾ ഇന്റർവ്യൂവിന് വിളിച്ചാൽ അവർ സമയമില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ഒരു കാലത്ത് നമ്മളൊരു ഇന്റർവ്യൂവിന് അവരുടെ ടൈം നോക്കിയിട്ട് പോകുന്ന ഒരു കാലഘട്ടം. അപ്പം ഇപ്പം 9 to 5 എന്ന് പറയുന്ന ജോബ് എന്തോ ഒരു വലിയ മോശം പോലെ, അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന ഒരു സൊസൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആർക്കും വയ്യ 9 to 5 ജോബ് ചെയ്യാന്ന് പറഞ്ഞ സിസ്റ്റം. അപ്പം സാറിനെ സംബന്ധിച്ച് സാർ ആ ഒരു സ്പേസിൽ വർക്ക് ചെയ്തതുമാണ് ഇപ്പം ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സ്പേസിലും വർക്ക് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? നമ്മളിപ്പോ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബോസ് ഉണ്ടെങ്കിൽ ആ ബോസ് ആ ബോസ് എങ്ങനെയുള്ള ബോസ് ആണെന്നനുസരിച്ചിട്ട് നമ്മുടെ വർക്കിംഗ് കൾച്ചർ മാറും. നല്ലൊരു ബോസ് ആണെങ്കിൽ നമുക്ക് വേണ്ട ഗൈഡൻസ് തരും, നമുക്ക് വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു തരും, നമ്മുടെ ഓവറോൾ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും, പ്രൊഫഷണലി ആൻഡ് പേഴ്സണലി നമ്മുടെ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും, നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമുക്കൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ബോസൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഒരു റിസ്ക് മാനേജറൊന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ ആ റോളോട് നമ്മൾ തന്നെ ചെയ്യണം.
അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള മെച്യൂരിറ്റിയും എഫിഷ്യൻസിയും നമുക്ക് തന്നെ ഉണ്ടാവണം. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ആൾക്കാർ പലരും ഫെയിൽ ആകുന്നത്. അതേസമയം ഒരു പ്രോപ്പ് ഫേം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ എന്താണ് ഫോറക്സ് ട്രേഡിംഗ് അല്ല, പ്രോപ്പറായിട്ടുള്ള പ്രൊപ്പറേറ്ററി ഫേമിൽ പോയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ ഒരു ബോസ് ഉണ്ടാവും, അവിടെ റിസ്ക് മാനേജർ ഉണ്ടാവും. നമ്മൾ ട്രേഡ് ഔട്ട് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഓവർ റിസ്ക് ഒക്കെ വരുവാണെങ്കിൽ അവരവിടെ കൺട്രോൾ ചെയ്യും. അങ്ങനത്തെ സെറ്റപ്പിൽ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ മെച്യൂരിറ്റി ഉണ്ട്, കുറച്ചുകൂടെ പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആകാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ സെൽഫായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള പ്രശ്നം ഇതാണ്, അവർക്ക് അത്രയ്ക്ക് മെച്യൂരിറ്റി ഇല്ലെങ്കിൽ അവരത് സ്ക്രൂ അപ്പ് ചെയ്യും ഒരു പോയിന്റിൽ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഫൈനൽ. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രേഡറുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ് എക്സ്പോഷർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം സാർ ഒരു സക്സസ്ഫുൾ ഓപ്ഷൻ ബയർ ആണ്. അപ്പം സാറിന്റെ ഒരു സിമ്പിൾ സോഷ്യൽ മീഡിയ കാണുന്ന വിശ്വസിക്കുന്നു അതല്ല ഓക്കെ. അപ്പോൾ സാറിന്റെ ഒരു ഡെയിലി റൊട്ടീൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ട്രേഡിങ്ങിലേക്ക് എത്തുന്നത്? ഞാൻ ട്രേഡിങ്ങിലേക്ക് എത്തിയപ്പോൾ എൻ്റെ ഒരു മൈൻഡ് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. വരിക ഇരിക്കുക, ട്രേഡ് ചെയ്യുക, 4 ട്രേഡ് എടുക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക, പിന്നെ ലൈഫ് എൻജോയ് ചെയ്യുക. ആ ഒരു മൈൻഡാണ് ഞാൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ട്രേഡിങ് പഠിച്ച കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നു. ഇപ്പോൾ എനിക്ക് ഇറാൻ എന്താണ്, അല്ലെങ്കിൽ അമേരിക്ക എന്താണ്, അല്ലെങ്കിൽ ഹോർമസ് എന്താണ്, അല്ലെങ്കിൽ ലെബനോൻ, ഇസ്രായേൽ, ഇതൊക്കെ ഓരോ രാജ്യങ്ങളാണെന്ന് ചിലപ്പോൾ കേട്ടുകേൾവിയുണ്ടോ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ട്രംപ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇറാൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹോർമസിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ക്യൂബയിൽ ട്രംപ് എന്ത് ചെയ്യാൻ പോകണു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആണ്. അതുപോലെ ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, 10-year ബോണ്ട് ഈൽഡ് US ഇന്ത്യയിൽ, ഇതിനൊക്കെ എന്ത് സംഭവിക്കുന്നു, റേറ്റ് കൂട്ടുക കുറയ്ക്കുക, ഇത് വെച്ചിട്ടൊക്കെ എന്താണ്, ഇൻഫ്ലേഷൻ റിപ്പോർട്ട് വരുമ്പോൾ എന്താണ്, ജോബ് ഡേറ്റ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് കാര്യങ്ങൾ, ഇതൊക്കെ ഒരു എക്കണോമിസ്റ്റിന് അറിയാവുന്ന രീതിയിൽ തന്നെ ഞാൻ പഠിച്ചു കഴിഞ്ഞ വർഷങ്ങളുമുണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല അവിടെ വന്നു കഴിയുമ്പോൾ ഉള്ളത്. നമ്മൾ ഏതൊരു ജോലിയിൽ ആര് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രിസൈസായിട്ട് അറിഞ്ഞു വെക്കണം. അതും ഓൺ ദ സ്പോട്ട് അറിയണം. നമുക്ക് ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ കിട്ടേണ്ടത് ഇപ്പോൾ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവണം എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ. ആ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കണം, നമ്മുടെ മൈൻഡ് ഫ്രീ ആയിരിക്കണം, നമുക്ക് വേറെ ടെൻഷൻസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് എക്സർസൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ന്യൂസ് എല്ലാം നോക്കും. പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് പോസ്റ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, അവരുടെയൊക്കെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സ് കാണും. ന്യൂസ് നോക്കും, AI നോക്കിയിട്ട് ന്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേൾഡ് മാർക്കറ്റ് എല്ലാം എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കും. വേൾഡിലെ ബോണ്ട് ഈൽഡ്സ് അല്ലെങ്കിൽ ക്രൂഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചാർട്ടെല്ലാം നോക്കി ഇതുമായിട്ട് സിമിലാരിറ്റി ഉള്ള പാറ്റേൺസ്, സിറ്റുവേഷൻസ് പഴയതുണ്ടോ നോക്കും. ഇങ്ങനൊരു മോർണിംഗ് എക്സർസൈസും മോർണിംഗ് റുട്ടീനൊക്കെ കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൂടുതൽ ടൈം ഇതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യും മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത്. മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ 3:30 വരെ, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ 3:30 വരെ അതിൽ ബിസി ആയിരിക്കും. അതിന് ശേഷമുള്ള ടൈമിൽ പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ വന്നിട്ട് രാത്രിയിൽ, ഇപ്പോൾ US മാർക്കറ്റ് ട്രേഡിങ് തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് രാത്രിയിലുള്ള ടൈമിൽ വേൾഡ് മാർക്കറ്റൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നു, പുതിയ ഇന്നത്തെ ഡേറ്റ, അതായത് ആ ട്രേഡിംഗ് ഡേയിലെ ഡേറ്റ, ഓരോ പാർട്ടിസിപ്പൻസും FIS എന്ത് ചെയ്തു, DIS എന്ത് ചെയ്തു, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്തു, അവർ ക്യാഷ് മാർക്കറ്റിൽ എന്ത് ചെയ്തു, ഓപ്ഷൻസ് മാർക്കറ്റിൽ എന്ത് ചെയ്തു, അവരുടെ പൊസിഷൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, പിന്നെ വേറെ എന്തൊക്കെ ന്യൂസ് പകലുണ്ടായിരുന്നു ഞാൻ അറിയാണ്ട് പോയത്, അതെങ്ങനെ മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനെ ഒരുപാട് ടൈം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. അതിനുശേഷം പിറ്റേ ദിവസം വീണ്ടും സെയിം റൊട്ടീന്. അപ്പോൾ ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ പലരും സോഷ്യൽ മീഡിയയിൽ പറയും, I spent 5 minutes and I made 25,000 rupees and I'm going to enjoy the day and see you tomorrow എന്നൊക്കെ പറഞ്ഞിട്ട് റീൽസ് കേട്ടിട്ട് തോന്നുകയാണോ? അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനൊരു റുട്ടീൻ ഉണ്ട്, ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ബുക്സ് വായിക്കാറുണ്ട്, പണ്ട് വായിച്ച ബുക്കുകൾ റിപ്പീറ്റ് ചെയ്യാറുണ്ട്, പുതിയ ബുക്കുകൾ, പുതിയ വീഡിയോസ് നോക്കാറുണ്ട്, അത് കാണാറുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫ് ഭയങ്കര ബിസിയാണ്. ഇന്നിപ്പോൾ ട്രേഡിങ്ങിലേക്ക് വരുന്ന ആൾക്കാരുടെ ഏറ്റവും ഒരു ഫിയർ പോയിന്റ് നഷ്ടം എന്ന് പറയുന്നതാണ്. അപ്പം ഈ ഒരു ലോസ് വരുന്ന സമയത്ത് അവർ അതിനെ എങ്ങനെയാണ് കാണേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് നമുക്കൊരു അഡ്വൈസ് കൊടുക്കാം? ഞാൻ പ്രോഫിറ്റബിൾ ആകുന്നതിന് മുമ്പ് ലോസ് വരുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ക്യാപിറ്റൽ കൂട്ടും. ഇപ്പം ഞാൻ 10,000 ക്യാപിറ്റലിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്, അതിൽ 2,000 ലോസ് എന്ന് ഞാൻ നാളെ 15,000 ക്യാപിറ്റൽ എടുത്ത് ചെയ്തിട്ട് ആ ലോസ് എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ 10 ലോട്ടിലാണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ 15 ലോട്ടാക്കിയിട്ട് ക്യാപിറ്റൽ പോയ പൈസ റിക്കവർ ചെയ്യാൻ നോക്കുമായിരുന്നു. അപ്പോൾ കൂടുതൽ ലോസ് വരും.
മുമ്പ് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോസ് വരുമ്പോൾ ഒരു ദിവസമല്ലോ 2 ദിവസം ലോസൊക്കെ നോർമലാണ്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നോർമലായിട്ട് തേർഡ് ഡേ അങ്ങനെ അപ്രോച്ച് ചെയ്യും. തേർഡ് ഡേയിലും കൂടെ ലോസ് വന്നു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കുറയ്ക്കും. ഫോർത്ത് ഡേ വന്നു കഴിഞ്ഞാൽ വീണ്ടും ക്വാണ്ടിറ്റി കുറയ്ക്കും. ഒരു 5 ഡേയ്സൊക്കെ അടുപ്പിച്ച് ലോസ് വന്നു കഴിഞ്ഞാൽ ഞാനൊരു ബ്രേക്ക് എടുക്കും. അപ്പോൾ 5 ഡേയ്സൊക്കെ അടുപ്പിച്ച് ലോസ് വന്നു കഴിഞ്ഞാൽ നോർമലി ആൾക്കാർ പ്രോഫിറ്റബിൾ ആകുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ കൂട്ടിയിട്ട് വീണ്ടും വീണ്ടും അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യും. പക്ഷേ ഞാൻ അപ്പോഴേക്കും ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുക, 2 ദിവസം ബ്രേക്ക് എടുത്ത് ഒന്ന് നോർമലായിട്ട് വീണ്ടും ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴും നോർമൽ ക്യാപിറ്റലേ ചെയ്യുള്ളൂ, ക്വാണ്ടിറ്റി കൂട്ടില്ല. അതേസമയം ഒരു വിന്നിങ് സ്ട്രീക്കിലാണെങ്കിൽ ഇപ്പോൾ അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടുന്ന ടൈമാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ആ പ്രോഫിറ്റിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് വീണ്ടും എക്സ്ട്രാ പൊസിഷൻ എടുക്കാൻ വേണ്ടി കീപ്പ് ചെയ്തിട്ട് ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടിരും. അപ്പോൾ അടുപ്പിച്ചൊരു 5 ദിവസമൊക്കെ പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ 5ാമത്തെ ദിവസത്തെ പ്രോഫിറ്റൊക്കെ ചിലപ്പോൾ ആദ്യത്തെ ദിവസത്തെ പ്രോഫിറ്റിനേക്കാളും വളരെ കൂടുതലായിരിക്കും. കാരണം വെച്ചാൽ ഞാനത് പിരമിഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം ലോസ് വരും. ഒരു ദിവസം ലോസ് വന്നാൽ തന്നെ വീണ്ടും നോർമൽ ക്യാപിറ്റലിലേക്ക് പോകും. വീണ്ടും ലോസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും കുറയ്ക്കും. അങ്ങനെ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അനുസരിച്ചിട്ട് ക്യാപിറ്റൽ കൂട്ടിയും കുറച്ചും കൊണ്ടുവരും. അത് ഞാൻ മാനേജ് ചെയ്യുന്ന രീതി. അപ്പോൾ ഞാൻ കൊടുക്കുന്ന അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ ലോസ് ഉണ്ടായി കഴിയുമ്പോൾ അത് റിവഞ്ച് ചെയ്യാൻ നോക്കരുത്, സ്ലോ ഡൗൺ ചെയ്യുക. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി കഴിയുമ്പോഴും അതിനെ പേടിക്കരുത്. ഇപ്പോൾ പ്രോഫിറ്റ് വരുന്നുണ്ട്, കിട്ടിയ പ്രോഫിറ്റ് പോകുമെന്ന് നോക്കിയിട്ട് പേടിക്കാതെ പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുത്തിട്ട് നമ്മൾ വീണ്ടും ട്രേഡ് വലുതാക്കാൻ നോക്കുക. ഞാൻ കാണുന്നത് 40% ലോസ് ആയാലും ആൾക്കാർ ആ പൊസിഷൻ പിടിച്ചുകൊണ്ടിരിക്കുക, 4% പ്രോഫിറ്റ് എത്തുന്ന സമയത്ത് അത് അത് എക്സിറ്റ് എക്സിറ്റ് ചെയ്ത് കളയും. അതാണ് പ്രശ്നം. അതാണ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ട്രേഡ് എടുക്കുമ്പോഴും എക്സിറ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. നമ്മൾ എന്തിന് ട്രേഡ് എടുത്തു, എന്തുകൊണ്ട് ട്രേഡ് എടുത്തു, എന്തിന് എക്സിറ്റ് ചെയ്യുമ്പോൾ ആ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ 4% പ്രോഫിറ്റോ അല്ലെങ്കിൽ 40% പ്രോഫിറ്റോ എന്നുള്ളത് അവിടെ ഇറലവൻ്റ് ആണ്. ട്രേഡ് എന്തിനെടുത്തു, എന്തിന് എക്സിറ്റ് ചെയ്യും. എക്സിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 4% ആയിരിക്കും പ്രോഫിറ്റ്, ചിലപ്പോൾ 1% ആയിരിക്കും, ചിലപ്പം 5% ലോസ് ആയിരിക്കും, ചിലപ്പോൾ 50% പ്രോഫിറ്റ് ആയിരിക്കും, 100% പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷെ അത് എന്തിനാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതിനൊരു ക്രൈറ്റീരിയ ഉണ്ടാണ്. പലരും ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കുമ്പോൾ അവർ നോക്കുന്ന എല്ലാം എൻട്രി ക്രൈറ്റീരിയ ആണ്. ഇവരെല്ലാം ഓക്കെ, ഒരു ട്രേഡ് എടുക്കാൻ എന്തൊക്കെ എൻട്രി ക്രൈറ്റീരിയ വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് സ്ട്രാറ്റജി നോക്കിയിട്ട് എൻട്രി എടുക്കും. എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ഇമ്പൾസ് എക്സിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ P&L വെച്ചിട്ടുള്ള എക്സിറ്റ് ആയിരിക്കും. ഓക്കെ, എൻ്റെ പ്രോഫിറ്റ് 1% ആയി, 2% ആയി, അതിന് എക്സിറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിൽ 10% എക്സിറ്റ് ചെയ്തു, പിന്നെ അടുത്ത 1%, അടുത്ത 10%, ഇങ്ങനെയുള്ള സ്റ്റാഗേർഡ് എക്സിറ്റ് ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് 2% പ്രോഫിറ്റ് അല്ലെങ്കിൽ എത്ര മതി എന്നുള്ളത് എക്സിറ്റ് ആയിരിക്കും. പക്ഷെ അതല്ല, മാർക്കറ്റിൻ്റെ ബിഹേവിയർ അനുസരിച്ചിട്ട് നമുക്കൊരു എക്സിറ്റ് വേണം. അതാണ് പ്രോപ്പറായിട്ടുള്ള എക്സിറ്റ്. അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ പിന്നെ ഇതിനെപ്പറ്റി ഒന്നും പേടിക്കണ്ട. പിന്നെ ഞാൻ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാവരും ട്രേഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് എത്ര ക്യാപിറ്റൽ കൊണ്ടുവരണം എന്ന് ജനറലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതിന് നമുക്കൊരു ആൻസർ. അത് ഡിപ്പെൻസ്. എന്ന് വെച്ചാൽ ട്രേഡിങ് പഠിക്കാൻ വരുന്ന ഒരാൾ എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ലൂസ് ആകാൻ പറ്റുന്ന ഒരു എമൗണ്ട് മാത്രം റിസ്ക് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാപിറ്റൽ എത്രയാണേലും. ഇനിയിപ്പോൾ 1 crore ക്യാപിറ്റൽ ഉള്ള ഒരാളാണെങ്കിൽ പോലും ചിലപ്പോൾ ആൾക്കൊരു 10,000 ലോസ് വന്നു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ പാനിക് ആവും, ചിലപ്പോൾ ഫെയിൻ്റ് ആവും. അങ്ങനെയുള്ള ഒരാൾ ചിലപ്പോൾ 1,000 ആയിരിക്കും ചിലപ്പോൾ അയാളുടെ ഒരു കംഫർട്ട് ലിമിറ്റ്, അത്രേ ആകാൻ പാടുള്ളൂ. ഇനിയിപ്പം 1 lakh ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ആ 1,000 ആയിരിക്കും കംഫർട്ട് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് 5,000 ക്യാപിറ്റൽ 1,000 ലൂസ് ചെയ്യുന്ന പോലെ ട്രേഡ് എടുക്കാൻ പാടില്ല. ഒരു ആദ്യമൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു 1%, 2% കൂടുതൽ ലൂസ് ആകുന്ന രീതിയിൽ ട്രേഡ് എടുക്കാനേ പാടില്ല. പിന്നെ നമ്മുടെ കംഫർട്ട് അനുസരിച്ച്, നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട്, നമ്മുടെ ഹിസ്റ്ററി അനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ അത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അത്രേ ഉള്ളൂ. പിന്നെ എൻട്രി എക്സിറ്റ് നമ്മൾ എടുക്കുമ്പോഴും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അതിന് പ്രോപ്പറായിട്ടുള്ള ക്രൈറ്റീരിയ ഉണ്ടാവണം. നമ്മുടെ എൻട്രി പോയിന്റോ അല്ലെങ്കിൽ നമ്മുടെ P&L ആയിരിക്കരുത് എക്സിറ്റ് ക്രൈറ്റീരിയ. അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ക്രൈറ്റീരിയ വേണം. സാർ എങ്ങനെയാണ് ബ്രേക്ക്ഔട്ടാണ് നോക്കാറുള്ളത്? ഞാൻ കൂടുതലും ബ്രേക്ക്ഔട്ട് ട്രേഡ് ഒക്കെയാണ് എടുക്കാറ്. ബ്രേക്ക്ഔട്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലൈമാക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. ഈ ബ്രേക്ക്ഔട്ട് ട്രേഡ് എന്ന് പറയുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, സസ്റ്റെയിൻ ചെയ്യുമ്പോഴാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പൊ അവിടുത്തെ ഒരു സസ്റ്റെയിൻ ചെയ്യുന്ന ടൈം എപ്പോഴാണ് നോക്കുന്നത്? ഇൻട്രാഡേ ട്രേഡ് ആണ് ഞാൻ നോക്കുന്നത്. ജസ്റ്റ് ഒരു 10 to 15 minutes ഒക്കെ ആ ബ്രേക്ക്ഔട്ടിന് മേലെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ. യൂഷ്വലി സംഭവിക്കുന്നത് വെച്ചാൽ പല സമയത്ത് ബ്രേക്ക്ഔട്ട് വരുമ്പോൾ ബ്രേക്ക്ഔട്ടിനൊപ്പം തന്നെ ഭയങ്കര സ്പീഡിൽ കയറി പോകും. ആ ബ്രേക്ക്ഔട്ട് വരുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഫോമോ അടിച്ചിട്ട് ട്രേഡ് എടുക്കും. അപ്പം തന്നെ തിരിച്ച് താഴേക്ക് പോരും. നോർമലായിട്ട് സസ്റ്റെയിൻ ആവുന്ന ബ്രേക്ക്ഔട്ട് ഞാൻ കാണാറുള്ളത് പതിയെ ഗ്രൈൻഡ് ചെയ്ത് സ്ലോ ആയിട്ട് വന്ന് അത് ബ്രേക്ക്ഔട്ട് ആവുന്നത് നമ്മൾ അറിയത്ത് പോലും ഇല്ല. ആ ഒരു പേസോടെ സ്മോൾ ആയിട്ട് വരും. അപ്പോൾ അത് ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന നമ്മൾ ഫീൽ ചെയ്ത് പോലും ഇല്ല, നമ്മൾ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തില്ലെങ്കിൽ. അപ്പം അങ്ങനത്തെ ട്രേഡ്സാണ് ഞാൻ എടുക്കാറ്.